ബഹുമാനപ്പെട്ട സ്പീക്കർ സർ, 24-25 വർഷത്തേക്കുള്ള ബജറ്റ് ഞാൻ അവതരിപ്പിക്കുകയാണ്. ആമുഖം. സർ, ഇന്ത്യയിലെ ജനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലുള്ള നേതൃത്വത്തിലുള്ള സർക്കാരിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും 3ാം പ്രാവശ്യം അധികാരത്തിൽ ചരിത്രപരമായ വിജയത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു. സർ, ജനങ്ങളുടെ പിന്തുണയിലും വിശ്വാസത്തിലും സർക്കാരിൻ്റെ നയങ്ങളിലുമുള്ള അവർ കാണിച്ച ഇതിൽ വിശ്വാസമുണ്ട്. സർ, എല്ലാ ഇന്ത്യക്കാരും മത, ജാതി, പ്രായ വ്യത്യാസമില്ലാതെ ഈ ജീവിത ലക്ഷ്യങ്ങൾ നിവർത്തിയിരിക്കുന്നതിനും അഭിലാഷങ്ങൾ പൂർത്തിയാക്കുന്നതിനും സർക്കാരിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ്. സർ, ആഗോള സ്ഥിതി. സർ, ആഗോള സാമ്പത്തിക വ്യവസ്ഥിത ഒരു പോളിസി അൺസർട്ടനിറ്റിയിൽ കുടുങ്ങിയിരിക്കുകയാണ്. ഒരു ആസ്തിയുടെ കാര്യത്തിലുള്ള ഒരു അസ്തിത്വം, ഷിപ്പിംഗ് ഡിസ്റപ്ഷൻ, ഇതൊക്കെ തന്നെ ഒരു താഴത്തേക്കുള്ള വളർച്ചയിലേക്കുള്ള ഒരു താഴത്തേക്കുള്ള ഒരു ദൃശ്യമാണ് കാണിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച ഒരു വളരെ തിളക്കമാർന്ന രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് തുടർ വർഷങ്ങളിലും അങ്ങനെ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷ. ഇന്ത്യയുടെ പണപ്പെരുപ്പം വളരെ കുറഞ്ഞ നിരക്കിൽ തന്നെയാണ്. അത് 4% എന്ന ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് 3.1% മാത്രമാണ് ഇപ്പോഴുള്ളത്. നടപടികൾ എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് നശിച്ചു പോകുന്ന ഭക്ഷണ വസ്തുക്കളൊക്കെ തന്നെ മാർക്കറ്റിൽ വേഗം എത്തിക്കുന്നതിനുള്ള എല്ലാ നടപടികളും എടുത്തിട്ടുണ്ട്. ഇടക്കാല ബജറ്റിൽ നടപടികൾ എടുത്തതുപോലെ നമുക്ക് 4 കാര്യങ്ങളിലാണ് മുൻഗണന കൊടുക്കേണ്ടിട്ടുള്ളത്. വനിതകൾ, യുവാക്കൾ, കൃഷിക്കാർ, കർഷകർ. കർഷകരുടെ കാര്യത്തിൽ നമുക്ക് ഒരു മാസം മുമ്പ് തന്നെ പ്രധാനപ്പെട്ട വിളകൾക്ക് മിനിമം സപ്പോർട്ട് പ്രൈസ് നൽകിയിട്ടുണ്ടായിരുന്നു. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന അതിൻ്റെ കാലാവധി 5 വർഷത്തേക്ക് കൂടെ കൂട്ടിയിട്ടുണ്ട്. ഏതാണ്ട് 80 കോടി ആളുകളെയാണ് അതിൻ്റെ പ്രാധാന്യം ലഭിച്ചിരിക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ആക്ഷൻസ്, അതുപോലെ തന്നെ അതിൻ്റെ പലവിധ സ്കീമുകളുടെ നടത്തുന്നതിനെക്കുറിച്ച് ഇന്ത്യൻ ബഡ്ജറ്റിൽ പറഞ്ഞതുപോലെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. റിക്വയർഡ് അലൊക്കേഷൻസ് എല്ലാം നൽകിക്കഴിഞ്ഞു ബഡ്ജറ്റ് ടീം. നമ്മളുടെ ഈ വർഷത്തേക്കും ഇനിയും വരുന്ന വർഷങ്ങളിലേക്കും നോക്കുമ്പോൾ ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് എംപ്ലോയ്മെൻറ്റ്, സ്കില്ലിംഗ്, MSME, അതുപോലെ മധ്യവർഗം, ഇവയാണ് ശ്രദ്ധിക്കുന്നത്. എനിക്ക് സന്തോഷമുണ്ട്. പ്രധാനമന്ത്രിയുടെ പാക്കേജ് 5 സ്കീമുകളാണ് പ്രത്യേകിച്ച് പറയുന്നത്. ഇനിഷ്യേറ്റീവുകളും ഉണ്ട്. എംപ്ലോയ്മെൻറ്റ്, സ്കില്ലിംഗ്, മറ്റ് വികസന സാധ്യതകൾ. 4.1 crore യുവാക്കൾക്ക് 5 കൊല്ലത്തിലേക്ക് ലഭിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. സെൻട്രൽ ഔട്ട്ലേക്ക് 2 lakh crore rupees മാറ്റിവെച്ചിരിക്കുന്നത്. ഞാൻ അതേക്കുറിച്ച് സംസാരിക്കാം. കൂടുതൽ ഡീറ്റെയിൽ അനക്സറിൽ നിന്ന് ലഭ്യമാകുന്നതാണ്. ഈ വർഷം ഞാൻ 1.48 lakh rupees 1.48 lakh crore rupees സ്കില്ലിംഗ്, എംപ്ലോയ്മെൻറ്റിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. ബഡ്ജറ്റ് പ്രയോറിറ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ ആളുകൾ ഞങ്ങൾക്കൊരവസരം നൽകിയിരിക്കുകയാണ്. ഈ രാജ്യത്തെ കൂടുതൽ വികസനത്തിലേക്ക് നയിക്കുവാനും എല്ലാവിധ വികസനത്തിലേക്കും കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇൻ്റരിയം ബഡ്ജറ്റിൽ ഒരു റോഡ് മാപ്പ് വികസിത് ഭാരത് എന്ന സങ്കല്പത്തിലേക്ക് പോകാൻ ഞങ്ങൾ നൽകിക്കഴിഞ്ഞു. അതിൽ ഇൻ്റരിയം ബഡ്ജറ്റിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ബഡ്ജറ്റ് രൂപരേഖ കാണിക്കുകയാണ്. താഴെ പറയുന്ന 9 പ്രയോറിറ്റികളിലാണ് ഈ ഓപ്പർച്യൂണിറ്റി സാധ്യതകൾ നൽകാൻ വേണ്ടി ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. 1, പ്രൊഡക്ടിവിറ്റി, റെസിലിയൻസ്, അഗ്രികൾച്ചർ, കാർഷിക രംഗത്തെ ശക്തിപ്പെടുത്തുക, എംപ്ലോയ്മെൻറ്റ്, സ്കില്ലിംഗ്,
അതുപോലെ ഹ്യൂമൻ റിസോഴ്സസിൻ്റെ കാര്യത്തിൽ സാമുദായികമായ ന്യായീകരണം കൊണ്ടുവരിക. മാനുഫാക്ചറിങ് സർവീസസ്, അർബൻ ഡെവലപ്മെൻറ്റ്. 6 എനർജിയിൽ പര്യാപ്തത. 7 ഇൻഫ്രാസ്ട്രക്ചർ. 8 ഇന്നൊവേഷൻ, റിസർച്ച്, വികസനങ്ങൾ ശാസ്ത്ര വിഭാഗത്തിൽ. അടുത്ത തലമുറയ്ക്കായിട്ടുള്ള റിഫോർമേഷൻസ്. ഇതിൽ കൂടുതൽ പ്രയോറിറ്റികൾ വരാൻ പോകുകയാണ്. കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്ലാനിങ്, എക്കണോമിക് പോളിസി ഫ്രെയിംവർക്കുകളായി വരുന്ന സമയങ്ങളിൽ പിന്നീട് ഞാൻ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയാൻ പോവുകയാണ്. ഈ ബഡ്ജറ്റ് ഡീറ്റെയിൽ ചില പ്രത്യേക ആക്ഷനുകൾ ഈ വർഷം നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. അതിൻ്റെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുവാനുള്ള സാധ്യത ശക്തിയുള്ള നിർദ്ദേശങ്ങളാണ് ഇവയെല്ലാം ശക്തിപ്പെടുത്തുവാൻ പോവുകയാണ്. നമ്മുടെ വളർച്ചയിലേക്ക് നയിക്കുവാനും വികസിത ഭാരതം എന്ന സങ്കല്പം യാഥാർത്ഥ്യമാക്കുവാനും ഇതെല്ലാം സാധ്യപ്പെടുത്താൻ പോകുകയാണ്. പ്രൊഡക്ടിവിറ്റി, റിസൈലിയൻസ്, കാർഷിക രംഗത്തെ ഉത്പാദന കൂടുതൽ ആക്കുക, അതിനുവേണ്ടി റിസർച്ചിനെ കൂടുതൽ മാറ്റുക. നമ്മുടെ ഗവൺമെൻറ് ഏതാണ്ട് ഒരു പൂർണ്ണമായ ഒരു പോളിസിയാണ്. പ്രത്യേകിച്ച് ഗവേഷണങ്ങളിൽ പ്രൊഡക്ടിവിറ്റി കൂട്ടുവാൻ വേണ്ടി, അതുപോലെ തന്നെ നമ്മളുടെ ഈ ആഗോള താപമാനത്തിനെ അതിജീവിക്കുന്ന കാർഷിക വിളകൾ ഉണ്ടാക്കുക. പ്രൈവറ്റ് സെക്ടറിലേക്കുള്ള അവരുടെ സാധ്യത, വെളിയിലുള്ള ആളുകളുടെ സഹായവും ഈ രീതിയിലുള്ള റിസർച്ചിൽ ഉൾപ്പെടുത്തും. അവരുടെ സഹായവും പുതിയ വെറൈറ്റികൾ ഉണ്ടാക്കുക. 109 ഹൈ ഈൽഡിങ്, അതുപോലെ ആഗോള താപമാനങ്ങളെ അതിജീവിക്കുന്ന ഹോർട്ടിക്കൾച്ചറൽ ക്രോപ്സ് നമ്മൾ കാർഷിക രംഗത്ത് തയ്യാറാക്കി കർഷകർക്ക് നൽകാൻ പോവുകയാണ്. നാച്ചുറൽ, സ്വാഭാവികമായ കൃഷി രീതികൾ. ഇനി വരുന്ന 2 വർഷങ്ങളിൽ 1 crore ഫാർമേഴ്സ്, 1 കോടി കർഷകർക്ക് ഏതാണ്ട് ഓർഗാനിക് ഫാമിംഗ്, പ്രകൃതി രീതിയിലുള്ള കർഷക രീതികൾക്ക് ഞങ്ങൾ സഹായിക്കും. സയൻറ്റിഫിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴിയായിരിക്കും, അതുപോലെ പഞ്ചായത്തുകളുടെ സഹായത്തോടു കൂടിയായിരിക്കും. 10,000 റിസർച്ച് സെൻറ്റേഴ്സ് ഉണ്ടായിരിക്കും. അവ പ്രവർത്തനത്തിൽ വരും. പൾസസ്, പരിപ്പ് വർഗത്തിനും എണ്ണ കുരുക്കളും ഞങ്ങൾ വികസിപ്പിക്കാൻ പോവുകയാണ്. അവയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. അവയുടെ മാർക്കറ്റിങ്ങും കൂട്ടാൻ പോവുകയാണ്. സ്റ്റോറേജും കൂട്ടുവാൻ പോവുകയാണ്. ഇതിനൊക്കെയായിട്ട് സെൽഫ് സഫിഷ്യൻസി, എണ്ണക്കുരുക്കൾ, ഇത് എള്ള്, സൺഫ്ലവർ, കാർഷിക പച്ചക്കറികളുടെ ഒരു ക്ലസ്റ്റർ, ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട ക്ലസ്റ്ററുകൾ ഉണ്ടാക്കും. അത് ഉപയോഗിക്കുന്ന ക്ലസ്റ്ററുകളുമായി ഫാമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കും അത് സ്ഥാപിക്കുക. അതുപോലെ സ്റ്റാർട്ടപ്പുകൾ, വെജിറ്റബിൾസ് വേണ്ടിയുള്ള സ്റ്റാർട്ടപ്പുകൾ തയ്യാറാക്കും. അതുപോലെ അതിൻ്റെ ശേഖരണത്തിന് വേണ്ടിയിട്ടുള്ള ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ, കാർഷിക മേഖലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ, ഈ പൈലറ്റ് പദ്ധതികളുടെ വിജയം കണക്കാക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാരുമായി സഹകരിച്ചുകൊണ്ട് ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറുകൾ കാർഷിക മേഖലയിൽ അത് പ്രോത്സാഹിപ്പിക്കുന്നതിന് ഉള്ള നടപടികൾ എടുക്കും. അതിൽ കർഷകരെയും അവരുടെ കാർഷിക നിലങ്ങളുടെയും കാര്യങ്ങൾ എടുക്കും. ഡിജിറ്റൽ ക്രോപ്പ് സർവേ, DPI ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആയിരിക്കും ഇക്കാര്യം ചെയ്യുക. 400 ജില്ലകളിൽ ഈ പദ്ധതി നടപ്പാക്കും. ഇതിൻ്റെ 6 കോടി കർഷകരുടെ വിവരങ്ങൾ ഫാമർ ആൻഡ് ലാൻഡ് രജിസ്ട്രിയിൽ ഈ വിവരങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും. അതുകൂടാതെ ജൻ സമ്മത് കിസാൻ ക്രെഡിറ്റ് കാർഡുകൾ, 5 സംസ്ഥാനങ്ങളിൽ കിസാൻ ക്രെഡിറ്റ് കാർഡുകളുടെ കാര്യങ്ങളും ഇതുമായി ബന്ധിപ്പിക്കും. ചെമ്മീനുകളുടെ ഉൽപ്പാദനവും അവരുടെ കയറ്റുമതിയും ഷ്രിമ്പ് ഗുഡ്സുകളുടെ അത് സ്റ്റോറേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതായിരിക്കും. ഷ്രിമ്പ് ഫാമിങ്ങിനുള്ള സംസ്കരണത്തിനും അതിൻ്റെ കയറ്റുമതിക്കുമുള്ള സൗകര്യങ്ങൾ നബാർഡ് വഴി അതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തും. ദേശീയ കോപ്പറേഷൻ പോളിസി,
നമ്മുടെ സർക്കാർ ദേശീയ കോർപ്പറേഷൻ പോളിസി കൊണ്ടുവരുന്നതായിരിക്കും. അത് വളരെ ഫലപ്രദമായ ഒരു ക്രമീകൃതമായ ഒരു രീതിയിൽ കൊണ്ടുവന്ന് എല്ലാ ഈ കോർപ്പറേറ്റീവ് മേഖലയുടെ ഒരു സമഗ്രമായ വികസനത്തിലേക്ക് വേണ്ടി കൊണ്ടുവരും. റൂറൽ എക്കണോമിയുടെ ഒരു വളർച്ചയ്ക്കും വേണ്ടിയിട്ടും തൊഴിൽ സാധ്യതകൾ വലിയ തോതിൽ കൊണ്ടുവരുന്നതിനു വേണ്ടിയായി ഈ നയം വളരെയധികം ഗുണം ചെയ്യും. ഈ വർഷം 1.52 ലക്ഷം കോടി രൂപ കാർഷിക മേഖലക്കും അനുബന്ധ മേഖലക്കും വേണ്ടി നീക്കിവെച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ മുൻഗണന തൊഴിലും നൈപുണ്യ വികസനവും. തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആനുകൂല്യങ്ങൾ നമ്മുടെ സർക്കാർ താഴെ പറയുന്ന 3 പദ്ധതികൾ കൊണ്ടുവരുന്നതായിരിക്കും. അത് തൊഴിൽ ഇൻസെൻറ്റീവിന്, അത് പ്രധാനമന്ത്രിയുടെ പാക്കേജിൻ്റെ ഭാഗമായിട്ടാണ് നടപ്പാക്കുക. ഈ പദ്ധതികൾ EPFOയിൽ കൂടുതൽ എൻറോൾമെൻറ്റ് നടത്തുക, അതുപോലെ ആദ്യമായി ജോലി ലഭിക്കുന്നവരുടെ കാര്യത്തിൽ ഊന്നൽ നൽകുക, അതുപോലെ തൊഴിലാളികൾക്കും തൊഴിലുടമകളെയും ഊന്നൽ നൽകുക തുടങ്ങിയ കാര്യങ്ങളാണ്. ഈ പദ്ധതി പുതുതായി തൊഴിൽ മേഖലയിൽ വരുന്ന എല്ലാവരുടെയും ഒരു മാസത്തെ വേതനം ഇതിലേക്ക് പോകുന്നതായിരിക്കും. നേരിട്ട് ഉള്ള മൂന്ന് ഘട്ടങ്ങളായി ഡയറക്റ്റ് ട്രാൻസ്ഫറായിട്ട് നൽകുന്നതായിരിക്കും. 15,000 രൂപ വരെ. അതിൻ്റെ 1 ലക്ഷം തൊഴിലാളികളുടെ ഈ പദ്ധതി 210 ലക്ഷം തൊഴിലാളികൾക്ക് ഗുണം ചെയ്യും. രണ്ടാമത്തെ സ്കീം ഉൽപാദന മേഖലയിലുള്ള തൊഴിൽ ഉൽപാദനം. ഈ പദ്ധതി ഉൽപാദന മേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകും. അത് ആദ്യമായി തൊഴിൽ മേഖലയിലേക്ക് വരുന്നവർക്കായിരിക്കും ഈ ഗുണം ചെയ്യുക. എംപ്ലോയിക്കും EPFO കോൺട്രിബ്യൂഷൻ അനുസരിച്ച് 4 വർഷത്തിനുള്ളിൽ അത് അവർക്ക് ലഭിക്കും. ഈ സ്കീം 30 ലക്ഷം യുവാക്കൾക്ക് ലാഭം നൽകുന്നതായിരിക്കും, പ്രയോജനം നൽകുന്നതായിരിക്കും. വിദ്യാഭ്യാസ നൈപുണ്യ മേഖലയ്ക്ക് 1.48 ലക്ഷം കോടിയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. സപ്പോർട്ട് ടു എംപ്ലോയീസ്, എംപ്ലോയർ ഫോക്കസ് സ്കീം. അതിൽ ഒരുപാട് അഡീഷണൽ എംപ്ലോയ്മെൻറ്റ് മറ്റ് സെക്ടറുകളിൽ ലഭ്യമാകും. അഡീഷണൽ എംപ്ലോയ്മെൻറ്റ് ഏതാണ്ട് 1 lakh rupees പെർ മന്ത് ഇതിലേക്ക് കരുതപ്പെടുന്നതായിരിക്കും. അതിൽ ഈ തുക 3,000 എല്ലാ മാസവും വെച്ച് കൊടുക്കും. EPFO എല്ലാ അഡീഷണൽ എംപ്ലോയിക്കും വേണ്ടി ഗവൺമെൻറ് നൽകുന്നതായിരിക്കും. ഇത് ഇൻസെൻറ്റിവൈസ് ചെയ്യാൻ വേണ്ടിയാണ്. കൂടുതൽ എംപ്ലോയ്മെൻറ്റ് 50 lakh ആളുകളെ കൂടുതൽ എംപ്ലോയ് ചെയ്യാൻ വേണ്ടി നൽകുന്ന ഒരു സപ്പോർട്ട് സിസ്റ്റമാണ് ഇത്. പാർട്ടിസിപ്പേഷൻ ഓഫ് സ്ത്രീകളുടെ പങ്കാളിത്തം വർക്ക് ഫോഴ്സുകളിൽ, തൊഴിൽ സാധ്യതകളിൽ ഹോസ്റ്റലുകൾ സ്ത്രീകൾക്ക് വേണ്ടി ഉണ്ടായിരിക്കും. അത് ഇൻഡസ്ട്രികളുമായിട്ട് സഹകരിച്ചുകൊണ്ടായിരിക്കും. കുട്ടികൾക്കായി ക്രഷുകൾ, ശിശുക്കളെ നോക്കാനുള്ള സ്ഥലങ്ങളും ഉണ്ടായിരിക്കുന്നതായിരിക്കും. വിമൻ സ്പെസിഫിക് സ്ത്രീകൾക്കായിട്ടുള്ള സ്കില്ലിംഗ് പ്രോഗ്രാം ഉണ്ടാവും. മാർക്കറ്റ് അവർക്ക് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള മാർക്കറ്റുകൾ ഉണ്ടായിരിക്കും. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഇതിനു വേണ്ടി അവരുടെ സഹായം നേടുന്നതായിരിക്കും. 4ാമത്തെ സ്കീം എന്ന പ്രൈം മിനിസ്റ്റർ സ്കില്ലിങ്ങിൻ്റെ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റുകളുമായിട്ടും ഇൻഡസ്ട്രിയുമായിട്ട് ചേർന്നുകൊണ്ട് 20 lakh യുവാക്കളെ 5 കൊല്ലത്തിനകം സ്കില്ല് ചെയ്യിപ്പിക്കാൻ വേണ്ടി തയ്യാറാക്കപ്പെടും. സ്കില്ലിങ് നടത്തും. അവരുടേതായ 1000 ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ഹബ്ബുകൾ ഉണ്ടാവും. അതിൽ നിന്ന് ഒരു നല്ല ഔട്ട്കം ഉണ്ടാക്കാൻ വേണ്ടിയായിരിക്കും. അതിന് കോഴ്സ് കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയുടെ ആവശ്യത്തിനനുസരിച്ചായിരിക്കും പുതിയ കോഴ്സുകൾ
വരുന്ന സാധ്യതകൾക്ക് വേണ്ടിയായിരിക്കും. സ്കില്ലിംഗ് ലോണുകൾ നൽകപ്പെടുമായിരിക്കും. മോഡൽ സ്കിൽ സ്കീം അത് 7.5 lakh rupees. അത് ഒരു ഗവൺമെൻറ് പ്രൊമോട്ടഡ് ഫണ്ടായിരിക്കും ഗ്യാരണ്ടി ചെയ്യുക. അത് 25,000 വിദ്യാർത്ഥികളെ 25,000 വിദ്യാർത്ഥികളെ ഇതുകൊണ്ട് പ്രയോജനം ലഭിക്കുന്നതായിരിക്കും. വിദ്യാഭ്യാസ ലോണുകളുടെ കാര്യം പറയുകയാണെങ്കിൽ യുവാക്കൾ വേറെ രീതിയിലുള്ള ഗവൺമെൻറ് സ്കീമുകൾ ലാഭപ്പെടുത്തുവാൻ പറ്റാത്ത യുവാക്കൾക്ക് വേണ്ടി എനിക്ക് സന്തോഷമുണ്ട്. ഒരു ഫൈനാൻഷ്യൽ സപ്പോർട്ട് ഏതാണ്ട് 10 ലക്ഷം വരെ ഹയർ എഡ്യൂക്കേഷൻ, ഉന്നത വിദ്യാഭ്യാസം, ഡൊമസ്റ്റിക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാഭ്യാസം ലഭിക്കുവാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് ഞങ്ങൾ. വൗച്ചേഴ്സ് ഈ കാര്യത്തിന് വേണ്ടി അത് 1 ലക്ഷം വിദ്യാർത്ഥികൾക്ക് നേരിട്ട് നൽകുകയായിരിക്കും. അത് ഇൻട്രസ്റ്റ് 3% തുക ലോണിൻ്റേത് കണക്കാക്കിയായിരിക്കും ഇൻട്രസ്റ്റ് കണക്കാക്കുന്നത്. അത് സാമൂഹ്യമായ നീതി നിർവഹണത്തിനായി ഞങ്ങളുടെ ഗവൺമെൻറ് എല്ലാ ആളുകളെയും ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റിന് വേണ്ടി, പ്രത്യേകിച്ച് ജനങ്ങൾ, കർഷകർ, യുവാക്കൾ, സ്ത്രീകൾ, ദരിദ്രർ ഇവരെ ഉൾപ്പെടുത്തിയാണ് സാമൂഹ്യമായ ന്യായത്തിന് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കാൻ പോകുന്നത്. ഇതിനു വേണ്ടി പല സ്കീമുകൾ ഉണ്ടായിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ആരോഗ്യം, വിദ്യാഭ്യാസം ഇവയെല്ലാം യുവാക്കളുടെ ശാക്തീകരണത്തിന് വേണ്ടിയായിരിക്കും. ഈ സ്കീം സാമ്പത്തികമായ വളർച്ചയ്ക്ക് വേണ്ടി ക്രാഫ്റ്റ്സ്മെൻ, ആർട്ടിസാൻസ്, ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്, ഔദ്യോഗം നടത്തുന്നവർ, സ്വയം നിധി, നാഷണൽ ലൈവ്ലിഹുഡ് മിഷൻ, സ്റ്റാൻഡപ്പ് ഇന്ത്യ ഈ സ്കീം കൂടുതൽ ഊർജിതമാക്കും. പൂർവോദയയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈസ്റ്റേൺ സംസ്ഥാനങ്ങൾ ഒരുപാട് സാംസ്കാരികമായിട്ടുള്ള സാധ്യതകളുള്ള പൂർവോദയ എന്ന സ്കീം എല്ലാവിധ സമഗ്രമായ നോർത്ത് ഈസ്റ്റേൺ റീജിയൻ്റെ വികസനത്തിന് വേണ്ടി ആയിരിക്കും. ബീഹാർ, ജാർഖണ്ഡ്, ഒറീസ, ആന്ധ്രാപ്രദേശ് പ്രത്യേകം ശ്രദ്ധിക്കുന്ന സംസ്ഥാനങ്ങളായിരിക്കും. ഇവിടുത്തെ ഹ്യൂമൻ റിസോഴ്സ്, മാനവ വിഭവശേഷി, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ, അവിടുത്തെ സാമ്പത്തിക അവസരങ്ങൾ കൂട്ടി ഈ ഒരു വികസിത ഭാരതത്തിലേക്ക് എത്തുവാൻ വേണ്ടിയുള്ള ഊർജമായിരിക്കും ഇത്. അമൃത്സർ കൽക്കട്ട ഇൻഡസ്ട്രിയൽ കോറിഡോർ വികസിത ഗയയിൽ ഒരു നോഡുണ്ടാവും. ഈ കോറിഡോർ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഈസ്റ്റേൺ റീജിയന് മുഴുവൻ ശ്രദ്ധിക്കുന്നതായിരിക്കും. ഇൻഡസ്ട്രിയൽ ഹബ് ഗയ ഒരു നല്ല മോഡലായിരിക്കും. നമ്മുടെ സാംസ്കാരിക പൈതൃകങ്ങളെ മോഡേൺ സമ്പദ് വ്യവസ്ഥയുടെ ഭാഗമാക്കുവാനുള്ള ഒരു ശ്രമമായിരിക്കും ഈ മോഡൽ. നമ്മുടെ പാരമ്പര്യത്തെയും സമഗ്ര വികസനത്തെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമായിരിക്കും. അതുപോലെ റോഡ് കണക്ടിവിറ്റിയുടെ വികസനം, ഒന്ന് പട്ന പൂർണിയ എക്സ്പ്രസ് വേ, രണ്ടാമത് ബക്സർ ഭാഗൽപൂർ എക്സ്പ്രസ് വേ, മൂന്നാമത് ബോധ്ഗയ, രാജ്ഗീർ, വൈശാലി, ദർഭംഗ കൂട്ടിയിണക്കുന്ന റോഡുകൾ, 2 lane ബ്രിഡ്ജ് ഗംഗയുടെ മുകളിലൂടെ ബക്സർ. 26,000 crore rupees ആയിരിക്കും അതിനുവേണ്ടി ചെലവാക്കാൻ പോകുന്നത്. പവർ പ്രോജക്ട്സ്, പുതിയ 2000 മെഗാവാട്ട് 24,400 കോടി രൂപയുടെ ഈ ഊർജ്ജ വിതരണ പദ്ധതികളും ഏറ്റെടുക്കുന്നതായിരിക്കും. പുതിയ എയർപോർട്ടുകൾ, മെഡിക്കൽ കോളേജുകൾ, സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുന്നതായിരിക്കും.
ഇതിനു വേണ്ടിയുള്ള അധിക നീക്കിയിരുപ്പായി ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിനും നൽകുന്നതായിരിക്കും. ബീഹാർ ഗവൺമെൻറ്റിൻ്റെ ആവശ്യം അതിനു വേണ്ടിയുള്ള പുറത്തുള്ള അസിസ്റ്റൻസിന് വേണ്ടിയിട്ട് അതുകൂടി ഞങ്ങൾ പരിഗണിക്കുന്നതായിരിക്കും. ആന്ധ്രാപ്രദേശിൻ്റെ പുനർനിർമ്മാണ പ്രൊജക്റ്റ് നമ്മളെ ഗവൺമെൻറ് ഇതിൻ്റെ ആന്ധ്രാപ്രദേശിന് വേണ്ടിയിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് ഓർഗനൈസേഷൻ ആക്ട് വേണ്ടിയിട്ട് നമ്മൾ തുടർച്ചയായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങളതിനെ ആന്ധ്രാപ്രദേശിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാപിറ്റലിന് വേണ്ടിയിട്ടുള്ള ആവശ്യം ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ടുള്ള ആവശ്യം നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള സാമ്പത്തിക സഹായം നൽകിക്കൊണ്ട് വ്യത്യസ്തമായ വികസിത സ്ഥാപനങ്ങൾ വഴി അത് നടപ്പിലാക്കാൻ നൽകുന്നതായിരിക്കും. ഈ സാമ്പത്തിക വർഷത്തിൽ 15,000 കോടി രൂപയുടെ സാമ്പത്തിക സഹായം നൽകുന്നതായിരിക്കും. ഇനി വരുന്ന കാലഘട്ടത്തിൽ ഈ ഗവൺമെൻറ് തീർച്ചയായും അവർക്ക് വേണ്ടിയുള്ള സാമ്പത്തിക സഹായം നൽകുന്നതിലും ബോധവല ഇറിഗേഷൻ പ്രൊജക്റ്റിന് വേണ്ടിയിട്ടുള്ള അവർക്ക് വേണ്ടിയുള്ള ജീവനാഡിയായിട്ടുള്ള ഈ പ്രൊജക്റ്റിന് വേണ്ടി ഈ ജീവനാഡിയായ ആന്ധ്രാപ്രദേശിൻ്റെ ജീവനാഡി എന്നറിയപ്പെടുന്ന ഈ പ്രൊജക്റ്റിന് വേണ്ടി നമ്മൾ കമ്മിറ്റഡ് ആയിരിക്കും. അന്തദ ആക്ട് ആന്ധ്രാപ്രദേശ് റീഓർഗനൈസേഷൻ ആക്ട് പ്രകാരം അവർക്ക് വേണ്ടി അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി പവർ, വാട്ടർ, റെയിൽവേ, റോഡ്, കൊപ്പർത്തിനോട്, വിശാഖപട്ടണം, ചെന്നൈ വ്യാവസായിക ഇടനാഴിയിൽ, ഹൈദരാബാദ്, ബാംഗ്ലൂർ വ്യാവസായിക കോറിഡോറിലും ഈ അഡീഷണൽ അലോക്കേഷൻ കൊടുത്തിട്ട് ഈ വർഷം തന്നെ അഡീഷണൽ അലോട്ട്മെൻറ്റ് കൊടുത്തിട്ട് അവിടെ വേണ്ട സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടിയുള്ള അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുക്കുന്നതായിരിക്കും. അവിടുത്തെ റായലസീമയിലെ പിന്നാക്ക വിഭാഗങ്ങൾക്ക് വേണ്ടി നോർത്ത് കോസ്റ്റൽ ആന്ധ്ര ഈ നിയമത്തിൽ പറഞ്ഞിരിക്കുമ്പോൾ ഉള്ളത് നടപ്പിലാക്കുന്നതായിരിക്കും. PM ആവാസ് യോജന 3 കോടി അധിക വീടുകൾ ഈ പദ്ധതി പ്രകാരം PM ആവാസ് യോജന ഗ്രാമീണ നഗരമേഖലകളിൽ ഉണ്ടാക്കുന്നതായിരിക്കും. ഇതിനു വേണ്ടിയുള്ള ആവശ്യമായ ഫണ്ടുകൾ നൽകുന്നതായിരിക്കും. സ്ത്രീകൾ മുന്നേറ്റം നൽകുന്ന വികസനത്തിന് വേണ്ടിയിട്ട് ഇതിനു വേണ്ടിയുള്ള ബജറ്റ് നീക്കിയിരുപ്പ് 3 ലക്ഷം കോടിയിലധികം ബജറ്റ് അലോക്കേഷനാണ് ഈ സ്ത്രീകൾ നേതൃത്വം നൽകുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നത്. ഈ ഗവൺമെൻറ്റിൻ്റെ പ്രതിബദ്ധത സ്ത്രീകളുടെ പങ്കാളിത്തം സാമ്പത്തിക വികസനത്തിന് വേണ്ടിയും ഞങ്ങൾ ഉറപ്പുവരുന്നതിന് വേണ്ടി പ്രധാനമന്ത്രി ഗ്രാം അഭിയാൻ പദ്ധതി പ്രകാരം, അതുപോലെ തന്നെ അവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി പ്രധാനമന്ത്രി ജൻജാതി യോജന പ്രകാരം അവർക്ക് വേണ്ടിയുള്ള സാച്ചുറേഷൻ കവറിൽ, അതുപോലെ തന്നെ ട്രൈബൽ ഫാമിലികൾക്ക് വേണ്ടി, അതുപോലെ തന്നെ ഈ ഗ്രാമീണ മേഖലകൾക്ക് വേണ്ടിയും ഇതിന് ഗുണങ്ങൾ ലഭിക്കുന്നതായിരിക്കും. ഇത് 63,000 ഗ്രാമങ്ങളെ ഇത് ബന്ധപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ട്രൈബൽ മേഖലകളിലും ഇത് ഉൾപ്പെടുന്നതായിരിക്കും. നോർത്ത് ഈസ്റ്റേൺ റീജിയനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റിൻ്റെ 100 ബ്രാഞ്ചുകൾ നോർത്ത് ഈസ്റ്റേൺ റീജിയനിൽ സ്ഥാപിക്കുന്നതായിരിക്കും. അവിടുത്തെ ബാങ്കിങ് മേഖലയെ കൂടുതൽ വിപുലീകരിക്കും. ഈ വർഷം 2.66 ലക്ഷം കോടി രൂപയുടെ ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിന് വേണ്ടി, അടിസ്ഥാന സൗകര്യ വികസനത്തിന് നൽകിയിരിക്കുന്നു. പ്രയോറിറ്റി 4 നിർമ്മാണ പ്രവർത്തനങ്ങളുടെ സേവന പ്രവർത്തനങ്ങളും ഈ ബജറ്റിൽ പ്രത്യേക ശ്രദ്ധ MSMEകൾക്ക് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ മാനുഫാക്ചറിങ് യൂണിറ്റുകൾക്ക്, വ്യാവസായിക ഉൽപ്പാദന മേഖലയ്ക്കും കൊടുത്തിരിക്കുന്നു. ഇത് ഒരു പാക്കേജിൽ അവിടുത്തെ റെഗുലേറ്റർ ചേഞ്ച്
MSMEകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടും ആഗോളതലത്തിലുള്ള മത്സരത്തിന് വേണ്ടിയിട്ട് അവരെ സജ്ജമാക്കുന്നതിന് വേണ്ടി താഴെ പറയുന്നതിൽ ഞാൻ പ്രഖ്യാപിക്കാൻ സന്തോഷം കാണുന്നു. മാനുഫാക്ചറിംഗ് സെക്ടറിൽ MSMEകൾക്കുള്ള വായ്പാ ലഭ്യത, അവർക്ക് വേണ്ടി MSMEകൾക്കുള്ള ടേം ലോൺസുകൾ, അവർക്ക് വേണ്ടിയുള്ള മെഷീനറി വാങ്ങുന്നതിന് വേണ്ടിയുള്ള ലോണുകൾ, അവർക്ക് വേണ്ട ഈടുരഹിത വായ്പകൾ ലഭ്യമാക്കുന്നതായിരിക്കും. ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം നടപ്പിലാക്കും. ഈ സ്കീം പ്രകാരം ക്രെഡിറ്റ് റിസ്കുകൾ കുറച്ചുകൊണ്ട് MSMEകളെ സഹായിക്കും. സെൽഫ് ഫൈനാൻസിങ്ങിൻ്റെ പ്രത്യേകമായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് ഒരു ഗ്യാരണ്ടി ഫണ്ട് ഉണ്ടാക്കിക്കൊണ്ട് ഈ ഓരോ അപേക്ഷകനും 100 കോടി രൂപയുടെ ഗ്യാരണ്ടി കവർ കൊടുക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ ലോൺ എമൗണ്ട് കൂടുതലായിരിക്കും. ഇത് കടം വാങ്ങുന്നതിൽ അപ്ഫ്രണ്ട് ഗ്യാരണ്ടി ഫീ കൊടുക്കുക, ആനുവൽ റെഡ്യൂസിങ് ലോൺ ബാലൻസ് ആനുവൽ ഗ്യാരണ്ടി ഫീ കൊടുക്കേണ്ടി വരും. പുതിയ അസസ്മെൻറ്റ് മോഡൽ MSME ക്രെഡിറ്റ് കൊണ്ടുവരും. പബ്ലിക് സെക്ടർ ബാങ്കുകൾ വഴി അവരുടെ ഇൻഹൗസ് കേപ്പബിലിറ്റികൾ അവരുടെ MSMEകളുടെ അസസ് ചെയ്തുകൊണ്ട് ഒരു എക്സ്റ്റേണൽ അസസ്മെൻറ്റ് നടത്തിക്കൊണ്ട് MSMEകളുടെ അവരെ കൂടുതൽ ശക്തരാക്കാൻ വേണ്ടിയിട്ടുള്ള ക്രെഡിറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പറ്റില്ല. അവരെ ആ ഡിജിറ്റൽ ഫുട് പ്രിൻ്റ് പ്രകാരമുള്ള ഒരു സ്കോറിംഗ് നിലവാരം നിലനിർത്തിക്കൊണ്ട് പോകും. ക്രെഡിറ്റ് എലിജിബിലിറ്റിയുടെ ട്രഡീഷണൽ എലിമെൻറ്റ് മാറ്റിക്കൊണ്ട് ടേൺ ഓവറോ അല്ലെങ്കിൽ അസറ്റിൻ്റെ ക്രൈനോവറോ മാറ്റിക്കൊണ്ടുള്ള ഒരു പുതിയ അസസ്മെൻറ്റ് ക്രൈറ്റീരിയ കൊണ്ടുവരും. ഇതിൽ അവരെ ഫോർമൽ അക്കൗണ്ടിങ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കും. MSME സ്ട്രെസ് പീരീഡിലുള്ള MSMEകൾക്കുള്ള ക്രെഡിറ്റ് സപ്പോർട്ട് എനിക്ക് സന്തോഷമുണ്ട്. ഒരു പുതിയ വ്യവസ്ഥ കൊണ്ടുവരുന്നതിൽ കണ്ടിന്യൂഷൻ, ബാങ്ക് ക്രെഡിറ്റിൻ്റെ കണ്ടിന്യൂഷൻ, ഈ സ്ട്രെസ് പീരീഡുകളിൽ സ്പെഷ്യൽ SMA സ്റ്റേജ്, സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട്, ഇത് അവരുടെ സ്ട്രെസ് കൂടുതലാണെങ്കിൽ അവരെ വ്യവസായം തുടർന്ന് കൊണ്ട് പഠിക്കും. അവർക്ക് NPA സ്റ്റേജിലേക്ക് പോകാതിരിക്കാനുള്ള അവർക്ക് ക്രെഡിറ്റ് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ഗവൺമെൻറ് പ്രൊമോട്ടർ ഫണ്ട് വഴിയുള്ള ഒരു ഗ്യാരണ്ടി കൊടുക്കുന്നതായിരിക്കും. മുദ്രാ ലോണിൻ്റെ ലിമിറ്റ് 10 ലക്ഷത്തിൽ നിന്നും 20 ലക്ഷത്തിലേക്ക് മുദ്രാ ലോണിൻ്റെ കപ്പാസിറ്റി കൂട്ടുന്നതായിരിക്കും. അതിൻ്റെ എലിജിബിലിറ്റി 20 ലക്ഷമാക്കി മാറ്റിയിരിക്കുന്നു. ആര് ലോൺ വാങ്ങിയവരും അത് സക്സസ്ഫുള്ളി തിരിച്ചു കൊടുക്കുന്നവർക്കും തരുൺ സെക്ടറിലേക്ക് കൊടുത്തില്ല. ഓൺ ബോർഡിംഗ് ആയിട്ടുള്ള ഇൻട്രൻസ് കൊടുക്കൊണ്ട് MSM അവരെ വർക്കിംഗ് ക്യാപിറ്റൽ അൺലോക്ക് ചെയ്തുകൊണ്ട് അവരുടെ ട്രേഡ് റിസീവബിൾ ക്യാഷിലേക്ക് മാറ്റിക്കൊണ്ട് ടേൺഓവർ ത്രഷോൾഡിൻ്റെ നിർബന്ധമായിട്ടുള്ള ഓൺ ബോർഡിംഗ് ത്രഷോൾഡിൽ 500 കോടി രൂപയിലേക്ക് 250 കോടി രൂപയിലേക്ക് മാറ്റിയിരിക്കുന്നു. 22 പുതിയ CPSEകളും 700 പുതിയ കമ്പനികളെയും ഈ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരും. പുതിയ സപ്ലയേഴ്സിനും ഇതിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും. MSME ക്ലസ്റ്ററുകളുള്ള സിഗ്ബി ബ്രാഞ്ചുകൾ, പുതിയ ബ്രാഞ്ചുകൾ MSME സെക്ടറിൽ ക്ലസ്റ്ററുകളിൽ ആരംഭിക്കുന്നതായിരിക്കും. എല്ലാ പ്രമുഖ MSMEകളെയും അടുത്ത 3 വർഷം കൊണ്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ട് ഇതിന് കൊണ്ടുവരുന്നതായിരിക്കും. ഈ വർഷം 24 പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങിക്കൊണ്ട് ഈ സർവീസുകളിൽ 242 168 ക്ലസ്റ്ററുകളെ ഇത് കവർ ചെയ്യും. ഫുഡ് റേഡിയേഷന് വേണ്ടിയുള്ള MSMEകളിൽ ഫുഡ് ക്വാളിറ്റി ടെസ്റ്റിന് വേണ്ടിയുള്ള 50 മൾട്ടി പ്രോഡക്റ്റ് ഫുൾ ഇറേഡിയേഷൻ യൂണിറ്റുകൾ MSME സെക്ടറുകളിൽ ആരംഭിക്കുന്നതായിരിക്കും. 100 ഫുഡ് ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി ലാബുകൾ NABLൻ്റെ അക്രഡിറ്റേഷനോട് കൂടി ആരംഭിക്കുന്നതായിരിക്കും. കോമേഴ്സിൻ്റെയും എക്സ്പോർട്ടിൻ്റെയും ഹബ്ബ് ടു അതുപോലെ പരമ്പരാഗത ആർട്ടിസാനുകളെയും ഇൻ്റർനാഷണൽ മാർക്കറ്റുകളിലേക്ക് സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് കൊമേഴ്സ് എക്സ്പോർട്ട് ഹബ്ബ് അവരെ കയറ്റുമതിക്ക് വേണ്ടിയുള്ള സഹായം നൽകുന്നതിനുള്ള ഹബ്ബുകൾ ഉണ്ടാക്കും.
ഈ ലോജിസ്റ്റിക് ഫ്രെയിം വർക്കിലുള്ള റെഗുലേഷനിലുള്ള ഈ ഹബ്ബുകൾ ഈ കയറ്റുമതി സംബന്ധമായ കാര്യങ്ങളെ ഈ MSMEകളെ സഹായിക്കുന്നതായിരിക്കും. ഉൽപ്പാദന മേഖലയിലുള്ള പ്രൊമോഷന് വേണ്ടി കമ്പനികളെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു സ്കീം പ്രൈം മിനിസ്റ്റർ പാക്കേജിൽ ഒരു പദ്ധതി, ഒരു സമഗ്രമായ പദ്ധതി അവർക്ക് ഇന്റേൺഷിപ്പ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റികൾ 500 പ്രമുഖ കമ്പനികളിൽ 1 കോടി യുവാക്കൾക്ക് അടുത്ത 5 വർഷത്തിനുള്ളിൽ 500 പ്രമുഖ കമ്പനികളിൽ ഇന്റേൺഷിപ്പിനുള്ള സാധ്യതകൾ ഒരുക്കുന്നതായിരിക്കും. അവർക്ക് അടുത്ത 12 മാസത്തിൽ മികച്ച സംവിധാനങ്ങൾ ലഭിക്കുവാനായിട്ടും സാധിക്കും. അവർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭിക്കുവാനായിട്ടും നമുക്ക് സാധിക്കുകയും ചെയ്യും. ഈ ഒരു ഇൻറ്റേൺഷിപ്പ് അലവൻസായി 5000 രൂപ മാസം, 5000 രൂപ വീതം മാസം അവർക്ക് നൽകുകയും അതുകൂടാതെ തന്നെ ഒരു തവണത്തെ ഒരു സഹായമായി, ഒറ്റത്തവണ സഹായമായി 6000 രൂപ അവർക്ക് നൽകുകയും ചെയ്യും. കമ്പനികളെല്ലാം തന്നെ അവരുടെ ഈ പരിശീലന ചിലവ് കമ്പനികൾ വഹിക്കേണ്ടതാണ്. അവർക്ക് CSR ഫണ്ടിൽ നിന്ന് ഇതിനുള്ള പണം കണ്ടെത്താവുന്നതുമാണ്. വ്യാവസായിക പാർക്കുകൾ, നമ്മുടെ സർക്കാർ ഒരു മികച്ച വ്യാവസായിക പാർക്കുകൾ നമ്മൾ കൊണ്ടുവരികയും ചെയ്യും. ഇതിനായി നമ്മൾ മികച്ച വ്യാവസായിക പാർക്കുകൾ കൊണ്ടുവരും. ഇതിനായി മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതലായി ഒരുക്കുകയും അതിനായി 100 പട്ടണങ്ങൾ സംസ്ഥാനങ്ങളുമായും അതുപോലെ തന്നെ സ്വകാര്യ മേഖലകളുമായി പങ്കാളിത്തത്തോടെ കൊണ്ടുവരികയും ചെയ്യും. ഇതിന് മികച്ച പദ്ധതികൾ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. 12 വ്യാവസായിക പാർക്കുകൾ, അതെല്ലാം തന്നെ ദേശീയ വ്യാവസായിക ഇടനാഴിയിൽ കൊണ്ടുവരുന്നു. അതെല്ലാം തന്നെ നമ്മൾ കൃത്യമായി നടപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. ഇല്ല ഇരിക്കൂ, ദയവായി ഇരിക്കൂ. റെന്റൽ ഹൗസിംഗ്, വാടകയ്ക്കുള്ള വീടുകൾ, ഡോർമെട്രി തരത്തിലുള്ള താമസം, അത് വ്യാവസായിക ജോലിക്കാർക്കാണ് നൽകുന്നത്. അത് ഞാൻ ആവർത്തിക്കുന്നു, വാടകയ്ക്കായിട്ടുള്ള വീടുകൾ, അത് ഡോർമെട്രി തരത്തിലുള്ള താമസം, അത് വ്യാവസായിക ജീവനക്കാർക്കാണ്. അതെല്ലാം തന്നെ നമ്മൾ നൽകുന്നതാണ്. അത് PPP പദ്ധതിയിലാണ് നമ്മൾ കൊണ്ടുവരുന്നത്. BGF സപ്പോർട്ട് സഹായം അതിൽ കൊണ്ടുവരും. അതിൽ എല്ലാ മേഖലകളിൽ നിന്നുള്ള സഹായം അതിൽ കൊണ്ടുവരും. അതുപോലെ തന്നെ കപ്പൽ മേഖല, അവിടെ ധാരാളം മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരും. അവിടെ അതെല്ലാം തന്നെ കൃത്യമായി നടപ്പാക്കും. ഇന്ത്യൻ ഷിപ്പിംഗ് മേഖലയിൽ കൂടുതൽ വരുമാനം, അതുപോലെ തന്നെ കൂടുതൽ ജോലിയും അവിടെ ഉറപ്പാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ധാരാളം ധാതുക്കളുടെ ഒരു മിഷൻ നമ്മൾ കൊണ്ടുവരുന്നു. ഒരു ക്രിട്ടിക്കൽ ധാതു മിഷൻ നമ്മൾ കൊണ്ടുവരുന്നു. അത് ആഭ്യന്തരമായുള്ള ഉൽപ്പാദനവും അതുപോലെ തന്നെ റീസൈക്ലിംഗ് പദ്ധതികൾ, നമ്മൾ ധാതുക്കളുടെ റീസൈക്ലിങ്ങിനും അതിനായി നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഇതിൻ്റെ കാര്യം, അതിൽ കൂടുതൽ സാങ്കേതിക വിദ്യാപരമായിട്ടുള്ള കഴിവുകളും അതിൽ നൈപുണ്യ വികസനവും കൂടുതൽ ഉയർത്തുകയും നമ്മൾ ചെയ്യുന്നു. അവയെല്ലാം തന്നെ കൂടുതൽ നിബന്ധന കൃത്യമായി തന്നെ മികച്ച ഒരു സാമ്പത്തിക നേട്ടം നമുക്ക് ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും. ഓഫ് ഷോർ ധാതു ഖനനം, ഇവിടെ നമ്മൾ തീരപ്രദേശങ്ങളിൽ കൂടുതൽ ഖനനം ചെയ്യുവാനും അവിടെ കൂടുതൽ കാര്യങ്ങൾ അതിപ്പോൾ തന്നെ നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഡിജിറ്റൽ സാങ്കേതിക ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യത്തിൻ്റെ വികസനം, ഞാൻ മുന്നോട്ട് വെക്കുന്നത് DPI ആപ്ലിക്കേഷനുകളുടെ വികസനം, അത് ജനസംഖ്യാപരമായി തന്നെ കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ അത് വളരെ മുന്നോട്ട് വെക്കുവാനായിട്ടും അതിലൂടെ വ്യാവസായിക മേഖലകൾക്ക് കൂടുതലായി, സ്വകാര്യ മേഖലകൾക്ക് കൂടുതൽ സഹായം ചെയ്യുന്ന രീതിയിലുമാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അവിടെ കൊമേഴ്സ്, വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല, നിയമ മേഖല, ലോജിസ്റ്റിക്സ്, MSME എല്ലാത്തിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട്, അതുപോലെ തന്നെ നഗരപ്രദേശങ്ങളിലെ ഭരണം, ഇവയെല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു IPC സിസ്റ്റം നമ്മൾ കൊണ്ടുവരുന്നു. ഈ പ്ലാറ്റ്ഫോം അത് നമ്മൾ കൊണ്ടുവരുന്നു. അത് മൊത്തത്തിലുള്ള ഈ ബാങ്ക്രപ്സി കോഡ് അതിൽ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിൽ സുതാര്യത കൂടുതൽ ഉറപ്പാക്കും. സമയബന്ധിതമായി എല്ലാം തന്നെ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യും. അതെല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പദ്ധതികൾ കൊണ്ടുവന്നിരിക്കുന്നത്. LLPകളുടെ വാളണ്ടറി ക്ലോഷർ, സെൻറ്റർ ഫോർ പ്രോസസ്സിങ്ങിൻ്റെ സേവനങ്ങൾ, അതെല്ലാം തന്നെ ഉറപ്പാക്കുന്നു. അത് CPACE എന്നൊരു പദ്ധതി, അത് വാളണ്ടറി ക്ലോഷറിനായി, LLPകളുടെ വോളണ്ടറി ക്ലോഷറിനായി നമ്മൾ കൊണ്ടുവരുന്നു. അത് അടങ്കൽ സമയം നമുക്ക് കുറക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യും. ദേശീയ കമ്പനി നിയമ ട്രൈബ്യൂണൽ IBC കൊണ്ടുവന്നത്
അത് ആയിരക്കണക്കിന് കമ്പനികളുടെ പരാതികൾ ഒഴിവാക്കുവാനായിട്ട് സാധിച്ചു. അതിലൂടെ അവരുടെ റിക്കവറി 3.3 ലക്ഷം കോടി രൂപയുടെ വരുമാനം, കടം നമുക്ക് ഒഴിവാക്കാൻ, അത് നമുക്ക് എല്ലാവർക്കും നൽകുവാനായിട്ട് സാധിക്കുകയും ചെയ്തു. അതുകൂടാതെ തന്നെ 28,000 കേസുകൾ, അത് 10 ലക്ഷം കോടി രൂപയുടെ കേസുകൾ അത് കൃത്യമായി തന്നെ ഒഴിവാക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്തു. കൃത്യമായ മാറ്റങ്ങൾ IBCയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കൃത്യമായ നടപടികൾ, പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. അപ്പലേറ്റ് ട്രൈബ്യൂണലിൽ നമ്മൾ മാറ്റം കൊണ്ടുവന്നു. അതെല്ലാം തന്നെ അതിവേഗത്തിൽ ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കുവാനായിട്ടാണ് നമ്മൾ കൊണ്ടുവരിക്കുന്നത്. കൂടുതൽ ട്രൈബ്യൂണലുകൾ നമ്മൾ കൊണ്ടുവരികയും ചെയ്യും. അതിൽ തന്നെ ചിലവ കേസുകൾ തീരുമാനിക്കുവാനായിട്ടും അത് കമ്പനി നിയമപ്രകാരം കൊണ്ടുവരാനായിട്ടും നമുക്ക് സാധിക്കുകയും ചെയ്യും. നെറ്റ് റിക്കവറി, ഡെപ്റ്റ്, കടം തിരിച്ചു പിടിക്കുവാനായിട്ട് കൃത്യമായ നടപടികൾ നമ്മൾ കൊണ്ടുവരുന്നു. അതിനായി കൂടുതൽ ട്രൈബ്യൂണലുകൾ നമ്മൾ സ്ഥാപിക്കുകയും ചെയ്യും. അത് അതിവേഗം കടം തിരിച്ചു പിടിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. മുൻഗണന 5, അർബൻ നഗരമേഖലകളിലെ വികസനം. അവിടെ വികസനത്തിനുള്ള ഹബ്ബുകളാകും ഉണ്ടാക്കും. ഞങ്ങളുടെ ഗവൺമെൻറ് ഹബ്ബുകളായി, സിറ്റികളെ ഗ്രോത്ത് ഹബ്ബുകളായിട്ട് മാറ്റുന്നതായിരിക്കും. അതിനുവേണ്ടി ട്രാൻസിറ്റ് പ്ലാനിങ്, സമ്പത്ത് പ്ലാനിങ്, അതുകൊണ്ട് ടൗൺ പ്ലാനിങ് സ്കീംസുമായിട്ട് ചേർത്ത് വെച്ചുകൊണ്ടായിരിക്കും സമ്പദ് വ്യവസ്ഥയെ വികസിപ്പിക്കാൻ പോകുന്നത്. സർഗാത്മകമായിട്ട്, ക്രിയേറ്റീവായിട്ട് ഇപ്പോഴുള്ള സിറ്റികളെ കൂടുതൽ മാറ്റങ്ങൾ വരുത്തുവാൻ വേണ്ടി ഒരു ഫ്രെയിം വർക്ക് ഉണ്ടായിരിക്കും. അതിന് പ്രകാരം മാർക്കറ്റ് ബേസ്ഡ് മെക്കാനിസങ്ങൾ ഉണ്ടായിരിക്കും, റെഗുലേഷൻസ് ഉണ്ടാവും. ഈ പട്ടണങ്ങളിൽ ട്രാൻസിറ്റ് ഓറിയൻറ്റേഷൻ, ഒരു 14 വൻ നഗരങ്ങൾ, 30 ലാഖിൽ മുകളിലുള്ള ജനസാന്ദ്രതയുള്ള നഗരങ്ങളായിരിക്കും ഇതിനു വേണ്ടി ഫൈനാൻസിങ് സപ്പോർട്ട് നൽകുന്നത്. അർബൻ ഹൗസിംഗ്, PM ആവാസ് യോജനയുടെ ഭാഗമായി 1 കോടി അർബൻ പുവർ, അർബൻ മിഡിൽ ക്ലാസ് പട്ടണങ്ങളിലെ, നഗരങ്ങളിലെ 10 lakh crore rupees ആയിരിക്കും നഗരവത്കരണത്തിനും വികസനത്തിനുമായിട്ട് മാറ്റി വെക്കുന്നത്. ഇതിൽ സെൻട്രൽ അസിസ്റ്റൻസ് 2.2 lakh rupees വരുന്ന 5 വർഷത്തിൽ നൽകുന്നതായിരിക്കും. ഇൻട്രസ്റ്റ് സബ്സിഡി, ഇതിനു വേണ്ടി ലോണുകൾ അഫോർഡബിളായിട്ട് നൽകുന്നതായിരിക്കും. പോളിസീസ്, റെഗുലേഷൻസ് ഉണ്ടാവും. അത് റെൻ്റൽ ഹൗസിങ്ങിന് വേണ്ടി കിട്ടുവാൻ വേണ്ടി ചില കൂടുതൽ അവൈലബിലിറ്റി വരാൻ വേണ്ടി ഒരു നിയമ സംവിധാനം തന്നെ ഉണ്ടാവും. അതിവിടെ വാട്ടർ സപ്ലൈയും സാനിറ്റേഷനും ഫെസിലിറ്റികളും ശൗചാലയങ്ങളും ഉണ്ടായിരിക്കും. മൾട്ടി ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് അവരുടെ സീവേജ് ട്രീറ്റ്മെൻറ്റുകൾ നിർമ്മിക്കും. സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് പോളിസീസ് ഉണ്ടാവും. 100 വൻ നഗരങ്ങളെ ബാങ്കിൻ്റെ സഹായത്തോടുകൂടി പ്രോജക്റ്റുകൾ നടപ്പിലാക്കും. ട്രീറ്റഡ് വാട്ടർ ഉപയോഗിച്ച ഇറിഗേഷൻ, അടുത്തുള്ള നഗരപ്രാന്ത പ്രദേശങ്ങളിൽ ടാങ്കുകൾ ഉണ്ടാവും. PM സ്വനിധിയുടെ വിജയത്തിന് ശേഷം PM സ്വനിധി സ്കീം, സ്ട്രീറ്റ് വെൻഡേഴ്സ്, വഴിയോര കച്ചവടക്കാർക്ക് ഓരോ വർഷവും ഇനി വരുന്ന 5 വർഷങ്ങളിൽ 100 വീക്ക്ലി ഹട്ട്സ് അല്ലെങ്കിൽ തെരുവോര ഭക്ഷണ വിൽപ്പനശാലകൾ നിർമ്മിക്കുന്നതായിരിക്കും. സ്റ്റാമ്പ് ഡ്യൂട്ടികൾ, ഞങ്ങൾ ഒരുപാട് ഹൈ സ്റ്റാമ്പ് ഡ്യൂട്ടി എല്ലാവർക്കും പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ സ്റ്റാമ്പ് ഡ്യൂട്ടീസ് ഉണ്ടായിരിക്കും. സ്ത്രീകൾക്ക് വാങ്ങുന്ന പ്രോപ്പർട്ടികൾക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടി കുറയ്ക്കുകയും ചെയ്തിരിക്കും. ഇത് അർബൻ ഡെവലപ്മെൻറ്റ് സ്കീമിൻ്റെ ഒരു ഭാഗമായി മാറ്റും. എനർജി വിദ്യുത് ശക്തി അത് വികസിപ്പിക്കുവാൻ ഞാൻ ഒരുപാട് റിസോഴ്സ് എഫിഷ്യൻസി ഉപയോഗിച്ചുള്ള വികസനം, അതിൽ ഊർജ പരിവർത്തനം ഒരു വിഷയമായിരിക്കും. ആക്സസബിലിറ്റി, അവൈലബിലിറ്റി, അതുപോലെ അഫോർഡബിലിറ്റി, ഈ കാര്യങ്ങൾ എല്ലാം ഈ ഊർജ സെക്ടറിൽ വികസനം, പ്രത്യേകിച്ച് പരിസ്ഥിതിയുടെ കാര്യത്തിൽ പീർമിയ
PM സൂര്യഘർ മുഫ്ത് ബിജലി യോജന. ഇത് ഇന്ത്യൻ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അതിൽ പറഞ്ഞ പ്രകാരം സൂര്യഘർ മുക്ത് യോജന റൂഫ് ടോപ്പ് സോളാർ പ്ലാന്റുകൾ, പ്രത്യേകിച്ച് അതിൻ്റെ 1 കോടി പുരപ്പുറത്ത് സോളാർ യൂണിറ്റ് 300 യൂണിറ്റ് ഓരോ വീട്ടിലും ജനറേറ്റ് ചെയ്യും. ഈ ഒരുപാട് വിജയമാണ്. 1.28 crore രജിസ്ട്രേഷൻ ഈ സ്കീമിൽ നടന്നു കഴിഞ്ഞു. 14 lakh ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഈ സ്കീം ഞങ്ങൾ കൂടുതൽ എൻകറേജ് ചെയ്യാൻ പോവാണ്. പമ്പ് സ്റ്റോറേജ് പ്രോജക്ട്സ് കൂടുതൽ ത്വരിതപ്പെടുത്തുവാൻ പോകുകയാണ്. ഇലക്ട്രിസിറ്റി സ്റ്റോറേജ് ഉണ്ടായിരിക്കും. റിന്യൂവബിൾ എനർജിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതശക്തി കൂടി ഉൾപ്പെടുത്തി എനർജി മിക്സ് യൂസേജ് ഞങ്ങൾ ഉണ്ടാക്കും. മോഡേൺ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് സാധ്യതകളും വർദ്ധിക്കുവാൻ പോവുകയാണ്. ന്യൂക്ലിയർ എനർജി മിക്സ് പ്രോജക്റ്റിൻ്റെ ന്യൂക്ലിയർ എനർജി ഒരു ഭാഗമായിരിക്കും. അതിനുവേണ്ടിയായി ഞങ്ങളുടെ ഗവൺമെൻറ് പ്രൈവറ്റ് സെക്ടറുമായിട്ട് ചേർന്ന് ഒന്നാമതായി ഭാരത് സ്മോൾ റിയാക്ടേഴ്സ് ഉണ്ടാക്കും. റിസർച്ച് ഡെവലപ്മെൻറ്റ് മോഡുലർ റിയാക്ടറുകൾ നിർമ്മിക്കും. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പുതിയ ടെക്നോളജികൾ വികസിപ്പിക്കുക. ന്യൂക്ലിയർ എനർജി ഉൽപ്പാദിപ്പിക്കാൻ R&D ഫണ്ടിങ് ഇൻ്ററിയം ഫണ്ടിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അത് ഈ സെക്ടറിലും ലഭ്യമാക്കുന്നതാണ്. അഡ്വാൻസ് അൾട്രാ സൂപ്പർ ക്രിട്ടിക്കൽ തെർമൽ പവർ പ്ലാന്റ്, ഈ ഇൻഡിജിനസ് ടെക്നോളജി ഉപയോഗിച്ച് അൾട്രാ സൂപ്പർ ടെക്നിക്കൽ തെർമൽ പവർ പ്ലാന്റ് കൂടുതൽ എഫിഷ്യൻസിയോടുകൂടി ഉൽപ്പാദിപ്പിക്കുവാൻ കംപ്ലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് NTPCയും BHELും ചേർന്നാണ് ഒരു ഫുൾ സ്കെയിൽ 800 മെഗാവാട്ട് കമേർഷ്യൽ പ്ലാന്റ് AESU ടെക്നോളജി ആയിരിക്കും ഇതിനുവേണ്ടി ഉപയോഗിക്കുക. ഗവൺമെൻറ് ഇതിനായിട്ട് ആവശ്യമായിട്ടുള്ള ഫിസിക്കൽ സപ്പോർട്ട് നൽകും. ഇൻഡിജിനസ് കപ്പാസിറ്റി വികസിപ്പിച്ച് ഹൈ ഗ്രേഡ് സ്റ്റീൽ, കൂടുതൽ മെറ്റലർജി സാമഗ്രികൾ ഉണ്ടാക്കി ഈ പ്ലാന്റിൽ ഉപയോഗിക്കും. ഇതിൽ നിന്ന് ഒരു സമഗ്ര വികസനത്തിനുള്ള സ്പിൻ ഓഫ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇൻഡസ്ട്രികളുടെ കാര്യത്തിൽ ഒരു റോഡ് മാപ്പ് ഉണ്ടാക്കി കഴിഞ്ഞു. ഹട്ടു എനർജി എഫിഷ്യൻസി ഉണ്ടാക്കുക, എമിഷൻ ടാർഗറ്റുകൾ ഫോർമുലേറ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞു. ഈ വ്യവസായ മേഖലയെ ഇവരുടെ ലക്ഷ്യം കൈവരിക്കുന്നതിനും ഒരു ഇന്ത്യൻ കാർബൺ മാർക്കറ്റ് മോഡിലേക്ക് നടപ്പാക്കുന്നതായിരിക്കും. പരമ്പരാഗത രീതിയിലുള്ള മൈക്രോ എക്സ്പോർട്ട് ഇൻഡസ്ട്രികൾക്ക് വേണ്ടി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രേഡ് എനർജി ഓഡിറ്റും ട്രഡീഷണൽ പരമ്പരാഗത രീതിയിലുള്ള മൈക്രോ ഇൻഡസ്ട്രീസിൻ്റെ 6 ക്ലസ്റ്ററുകൾ ഉണ്ടാക്കും. അത് ബ്രാസ്, സെറാമിക് എന്നിവ അതിൽപ്പെടുന്നതായിരിക്കും. അതിനുവേണ്ടിയുള്ള സാമ്പത്തിക സഹായം അതിനെ സംശുദ്ധമായ ഒരു ഊർജ രീതിയിലേക്ക് കൊണ്ടുവരുന്നതിനും അതിൻ്റെ ഊർജ്ജക്ഷമത കൈവരിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു പ്രവൃത്തി കൊണ്ടുവരും. അതിന് 100 ക്ലസ്റ്ററുകൾ ഉണ്ടാക്കുന്നതായിരിക്കും. 7ാമത്തെ മുൻഗണന അടിസ്ഥാന സൗകര്യം നിക്ഷേപം. കേന്ദ്ര സർക്കാർ നിക്ഷേപങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ, പശ്ചാത്തല സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള നിക്ഷേപം ഒട്ടേറെ നൽകിയിട്ടുണ്ട്. അത് സാമ്പത്തിക രംഗത്ത് ബഹുതലത്തിലുള്ള ഒരു ഘടകം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ സാമ്പത്തിക സഹായം അടുത്ത 5 വർഷത്തേക്ക് പശ്ചാത്തല സൗകര്യത്തിന് വേണ്ടി കൂടുതൽ സഹായം നൽകും. അത് മറ്റ് മുൻഗണനകളുമായി ചേർന്നുകൊണ്ട് തന്നെയായിരിക്കും അത് നടപ്പാക്കുക. അതുവഴി ഒരു സാമ്പത്തികമായ ഏകീകരണം നൽകും. 7,70,000 മൂലധന ചെലവ് ഇതിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും, ഇതിനുവേണ്ടി കൊണ്ടുവരുന്നതായിരിക്കും. അത് 3.4%, നമ്മുടെ GDPയുടെ 3.4% ഇത് പശ്ചാത്തല സൗകര്യ നിക്ഷേപത്തിന് വേണ്ടി സംസ്ഥാന സർക്കാരുകൾ
സംസ്ഥാന സർക്കാരുകളെ സഹായിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. ഇതേ തരത്തിലുള്ള ഒരു നിക്ഷേപം അവരും നടത്തുന്നതാണ്. അത് വികസനം മുൻകൂട്ടി കണ്ടു തന്നെ ആയിരിക്കണം. 1.5 ലക്ഷത്തിലധികം കോടിയിലധികം അത് ഇൻഡസ്ട്രി വായ്പാരഹിത പലിശരഹിത വായ്പ നൽകുന്നതായിരിക്കും. അടിസ്ഥാന മേഖലയിലെ സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിന് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് വഴി പ്രോത്സാഹിപ്പിക്കുന്നതായിരിക്കും. അതുപോലെ പോളിസി അതിന് വന്നിട്ടുള്ള ഒരു നയം കൊണ്ടുവരുന്നതായിരിക്കും. മാർക്കറ്റ് റെഗുലേഷനും ഇതിനു വേണ്ടി കൊണ്ടുവരുന്നതായിരിക്കും. പ്രധാനമന്ത്രി ഗ്രാമ സഡക്ക് യോജന, ഗ്രാമീണ റോഡ് പദ്ധതിയുടെ 4ാം ഘട്ടം, ഈ PMGSYയുടെ 4ാം ഘട്ടം ഉടനെ തന്നെ ആരംഭിക്കുന്നതായിരിക്കും. അത് എല്ലാ കാലാവസ്ഥയിലും കണക്ടിവിറ്റി 25,000 ഗ്രാമീണ മേഖലയിൽ അത് 25,000 സ്ഥലങ്ങളിലേക്ക്, 25,000 റൂറൽ പോപ്പുലേഷനുകളിലേക്ക് അത് എത്തുന്നതായിരിക്കും. അതുപോലെ ജലസേചന സൗകര്യം കൂട്ടലും ഫ്ലഡിൻ്റെ വെള്ളപ്പൊക്കത്തിൻ്റെ ഇത് കുറക്കുന്നതിന് വേണ്ടിയായിരിക്കും അത് ചെയ്യുക. അത് ബീഹാറിന് പ്രത്യേകം ഊന്നൽ നൽകും. ഇക്കാര്യത്തിൽ ഒരു ഫ്ലഡ് കൺട്രോൾ സ്ട്രക്ചർ നേപ്പാളിൽ നിന്നുള്ള അതിനു വേണ്ടിയിട്ടുള്ള ഒരു നമ്മുടെ ഗവൺമെൻറ് ഇറിഗേഷൻ ജലസേചന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു പരിപാടി, അതിനു വേണ്ടിയിട്ടുള്ള ഒരു സാമ്പത്തിക സഹായം, അതിന് 11,500 കോടി രൂപ അതിനുവേണ്ടി നൽകുന്നതായിരിക്കും. പ്രത്യേകം അത് കോസി മീച്ചി അന്തർ സംസ്ഥാന ലിങ്ക്, അതുപോലെ 20 നിലവിൽ മുന്നോട്ട് കൊണ്ടിരിക്കുന്ന പദ്ധതികൾക്കും സഹായിക്കും. റിവർ പൊള്യൂഷൻ അപ്ഡേറ്റ്മെൻറ്റ്, ജലസേചന പദ്ധതികൾ. ഇതിനു പുറമെ സർവേയും ഇൻവെസ്റ്റിഗേഷനും ഒക്കെ തന്നെ കോസ്റ്റൽ റിലേറ്റഡ് ഫ്ലഡ് മിറ്റിഗേഷൻ, ഇറിഗേഷൻ പ്രോജക്റ്റുകളുടെ ഈ വെള്ളപ്പൊക്കത്തിൻ്റെ ബാഹുല്യം കുറക്കുന്നതിനുള്ള ഈ നടപടികളുമൊക്കെ തന്നെ എടുക്കും. അസാമിൻ്റെ കാര്യത്തിൽ അസാമും ഓരോ വർഷവും ആസാമിലും വെള്ളപ്പൊക്കം ഉണ്ടാകുന്നുണ്ട്. ബ്രഹ്മപുത്ര നദിയിൽ നിന്നാണ് ഇത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഉപനദികളിൽ നിന്നുമാണ്. അത് ഇന്ത്യക്ക് പുറത്തു നിന്നാണ് അതിന് കാരണം. നമ്മൾ ആസാമിന് ഈ ഒരു ഫ്ലഡ് കൈകാര്യം ചെയ്യുന്നതിന് ആസാമിന് സഹായം നൽകുന്നതായിരിക്കും. അതുമായി അനുബന്ധമായ മറ്റു പദ്ധതികൾക്കും ഈ തുക വിനിയോഗിക്കാം. ഹിമാചൽ പ്രദേശിനും ഒട്ടേറെ നഷ്ടങ്ങൾ ഈ വെള്ളപ്പൊക്കം മൂലം കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ സർക്കാർ അതിനുവേണ്ടി സംസ്ഥാന സർക്കാരിന് സഹായം നൽകും. അവിടെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കും അവിടെ മറ്റുള്ള വിവിധ തല ഏജൻസികളുടെയും സഹായത്തോടു കൂടിയായിരിക്കും ഇത് നൽകുക. ഉത്തരാഖണ്ഡിലും ഇതുപോലെ മേഘവിസ്ഫോടനം മൂലം ഒട്ടേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉത്തരാഖണ്ഡിനും സഹായം നൽകും. അടുത്ത കാലത്തായി സിക്കിമിലും വളരെയധികം മോശമായിട്ടുള്ള ഉരുൾപൊട്ടലും മഴയും വെള്ളപ്പൊക്കവും ഉണ്ടായി. ഇവിടെ സംസ്ഥാനത്ത് ഉടനീളം അവിടെ നമ്മുടെ സർക്കാർ ഈ സംസ്ഥാനത്തിനും സഹായം നൽകുന്നതായിരിക്കും. ടൂറിസം ടൂറിസം നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട വലിയൊരു ഭാഗമാണ്. എപ്പോഴും ഈ ഇന്ത്യയെ ഒരു ആഗോള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ലക്ഷ്യകേന്ദ്രമാക്കി മാറ്റുന്നതിന് വേണ്ടി അതിൽ ജോലി ഉണ്ടാക്കുകയും അത് നിക്ഷേപം ശക്തിപ്പെടുത്തുകയും സാമ്പത്തിക അവസരങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. മറ്റു മേഖലകളിൽ സാമ്പത്തിക അവസരങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ഇതിന് പുറമെ ഈ നേരത്തെ പറഞ്ഞ ഈ നടപടികൾക്ക് പുറമെ ഇടക്കാല ബഡ്ജറ്റിൽ പറഞ്ഞതിന് പുറമെ താഴെ പറയുന്ന കാര്യങ്ങൾ കൂടി എടുക്കുന്നു. ഗയയിലെ വിഷ്ണുപാദ ക്ഷേത്രവും ബോധ്ഗയയിലെ മഹാബോധി ക്ഷേത്രവും ബീഹാറിലെ ഇത് രണ്ട് വളരെയധികം സ്പിരിച്വൽ സിഗ്നിഫിക്കൻസ് ഉള്ള ആധ്യാത്മിക ഇതാണ്. ഈ വിഷ്ണുപാദ ക്ഷേത്ര കോറിഡോറും മഹാബോധി ടെമ്പിൾ കോറിഡോറും ഇടനാഴിയും പിന്തുണപ്പിക്കും. അതിനുവേണ്ടിയുള്ള സഹായം നൽകും. അതിന് കാശി വിശ്വനാഥ് ടെമ്പിൾ കോറിഡോറിൻ്റെ മാതൃകയിൽ അതിനെ ലോക നിലവാരമുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമായി അത് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായമായിരിക്കും ഇതുവഴി നൽകുക. ഒട്ടേറെ രാജ്ഗീറിനും വളരെയധികമായിട്ടുള്ള ഒരു പ്രാധാന്യമുണ്ട്. അത് ഹിന്ദുക്കളുടെ കാര്യത്തിലും ബന്ധുക്കൾക്കും ജൈനന്മാർക്കും വളരെ പ്രധാനപ്പെട്ടതുമാണ്. 23 തീർത്ഥങ്കര ജൈൻ കോംപ്ലക്സിൽ
വളരെ പുരാതനമായ അതുപോലെ സപ്തർഷി ബ്രഹ്മകുണ്ടൽ അത് വളരെ പരിഭാവനമായിട്ടുള്ളതാണ്. ഈ മേഖലയുടെ ഒരു സമഗ്രമായ ഒരു വികസനത്തിന് വേണ്ടി, ഡെവലപ്മെൻറ്റിന് വേണ്ടി, രാജഗീറിൻ്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടിയുള്ള നടപടികൾ എടുക്കും. ഞങ്ങളുടെ സർക്കാർ ഈ ടൂറിസ്റ്റ് സെൻ്ററായി നളന്ദനെ ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള പ്രത്യേക നടപടികൾ, നളന്ദ യൂണിവേഴ്സിറ്റിയുടെ പഴയ ആ ഒരു പദവി വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഒഡീസയുടെ പ്രകൃതി ഭംഗി അവിടെയുള്ള സ്മാരകങ്ങൾ, അവിടുത്തെയുള്ള കരകൗശല വൈദഗ്ധ്യങ്ങൾ, അവിടുത്തെ വന്യജീവി കേന്ദ്രങ്ങൾ, അതുപോലെയുള്ള മനോഹരമായ ബീച്ചുകൾ, ഇതൊക്കെ തന്നെ ടൂറിസ്റ്റുകളുടെ വളരെയധികം ലക്ഷ്യസ്ഥാനങ്ങളാണ്. ഇതിനൊക്കെ തന്നെ ഇവരുടെ വികസനത്തിന് വേണ്ടി ഗവൺമെൻറ് ഒറീസയ്ക്ക് വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും ഈ മേഖലയുടെ വികസനത്തിന് വേണ്ടി നമ്മുടെ സർക്കാർ നൽകുന്നതായിരിക്കും. 8ാമത്തെ മുൻഗണന നവീനത്വവും ഗവേഷണവും വികസനവും. നാം അനുസന്ധാൻ നാഷണൽ റിസർച്ച് ഫണ്ട്, അത് അടിസ്ഥാനപരമായിട്ടുള്ള ഗവേഷണത്തിന് വേണ്ടിയായിരിക്കും അത് നൽകുക. അത് ഒരു പ്രത്യേക സംവിധാനം സ്വകാര്യ മേഖലയായിട്ട് ബന്ധപ്പെട്ട് സ്വകാര്യ മേഖലയിലുള്ള ഒരു ഗവേഷണത്തിനും നൂതനതകൾ കണ്ടുപിടിക്കുന്നതിനും വേണ്ടി 1,00,000 കോടി രൂപ അതിനുവേണ്ടി ഇൻ്ററിം ബഡ്ജറ്റിൽ നേരത്തെ പറഞ്ഞത് അതിൻ്റെ തുടർച്ചയായി അത് നൽകുന്നതായിരിക്കും. നമ്മുടെ സ്പേസ് എക്കോണമിക്ക് നൽകുന്ന ഊന്നലിന് വേണ്ടി അടുത്ത 10 വർഷത്തേക്ക് വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് 1000 കോടി രൂപയുടെ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് പ്രത്യേകമായി ഉണ്ടാക്കുന്നതായിരിക്കും. 9ാമത്തെ പരിഗണന അടുത്ത തലമുറയിലുള്ള പരിഷ്കരണങ്ങൾ, എക്കണോമിക് പോളിസി റിഫോംസ്. നാം ഒരു എക്കണോമിക് പോളിസി ഫ്രെയിംവർക്ക് കൊണ്ടുവരുന്നതായിരിക്കും. അത് മൊത്തത്തിലുള്ള ഒരു സമീപനം, സാമ്പത്തിക വികസനത്തിനുള്ള എല്ലാ പദ്ധതികൾ കൊണ്ടുവരുന്നതിനും അടുത്ത തലത്തിലുള്ള പരിഷ്കരണങ്ങൾ കൊണ്ടുവന്ന് അത് തൊഴിലവസരങ്ങൾ കൂടുതൽ ഉണ്ടാക്കുന്നതിനും പരിശീലനത്തിനും ഒക്കെ തന്നെ വേണ്ടിയായിരിക്കും അത് ചെയ്യുക. നമ്മുടെ സർക്കാർ പുതിയ കാര്യങ്ങൾ ഉൽപാദനക്ഷമത കൂട്ടുന്നതിനുള്ള ചില നടപടികൾ എടുക്കുന്നതായിരിക്കും. അതുപോലെ മാർക്കറ്റ് സെക്ടറുകൾ കൂടുതൽ എഫിഷ്യൻ്റ് ആക്കും. ഈ പരിഷ്കാരങ്ങളൊക്കെ തന്നെ എല്ലാ ഉൽപാദനത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും ഉൾപ്പെടുത്തി ഭൂമി, ക്യാപിറ്റൽ, മൂലധനം, അതുപോലെ എല്ലാം കൊണ്ടുവന്ന് സാങ്കേതിക വിദ്യ അതിലൊരു സഹായിക്കുന്നതായിരിക്കും. അത് അസമത്വം ഇല്ലാതാക്കുന്നതായിരിക്കും ഇതിൻ്റെ അടിസ്ഥാനമായ ലക്ഷ്യം. അതിന് ഫലപ്രദമായി നടപ്പാക്കും. അതിന് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ഒരു സഹകരണം ഇതിനു വേണ്ടി ആവശ്യമാണ്. അതുപോലെ ഒരു സമവായം ഇക്കാര്യത്തിൽ ഉണ്ടാക്കേണ്ടതാണ് വികസനത്തിന് വേണ്ടിയിട്ട്, സംസ്ഥാനങ്ങളുടെ വികസനത്തിന് വേണ്ടി. അതുപോലെ ഒരു കോമ്പറ്റേറ്റീവ് ഫെഡറലിസം പ്രൊമോട്ട് ചെയ്യുന്നതിനു വേണ്ടി, വേഗത്തിൽ പദ്ധതികൾ നടപ്പാക്കുന്നതിനും വേണ്ടി ഞാൻ ഒരു പ്രത്യേകമായിട്ട് ഒരു 50 ലക്ഷത്തെ ഒരു പലിശരഹിത വായ്പ, അത് താഴെ പറയുന്നതിൽക്ക് വേണ്ടി ഞാൻ സംസ്ഥാനങ്ങൾക്കുള്ള 50 ഭൂപരിഷ്കരണ ലാൻഡ് അഡ്മിനിസ്ട്രേഷൻ. ഒന്നാമത്തത് ലാൻഡ് അഡ്മിനിസ്ട്രേഷൻ, പ്ലാനിംഗ് മാനേജ്മെൻറ്റ്. 2 നഗര പ്ലാനിംഗ്, അർബൻ പ്ലാനിംഗ് യൂസേജ്. ആവശ്യമായ സാമ്പത്തിക സഹായത്തോടുകൂടി ലാൻഡ് റിലേറ്റഡ് ആക്ഷനുകളെ സഹായിക്കുന്നതായിരിക്കും. ഗ്രാമീണ ഭൂമി സംബന്ധമായ കാര്യങ്ങൾ, ലാൻഡ് പാർസൽ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറുകൾ കൊടുക്കും. UN എല്ലാ ഇതിലും ആധാർ അക്രഡിറ്റേഷൻ കൊടുക്കുന്നതായിരിക്കും. സബ് ഡിവിഷന് ഇപ്പോഴുള്ള ഉടമസ്ഥാവകാശ പ്രകാരമുള്ള സർവേ നടത്തും. ലാൻഡ് രജിസ്ട്രി. 5 ഫാമർ രജിസ്ട്രിയുമായിട്ടുള്ള ലിങ്കേജ്, ക്രെഡിറ്റ് ഫ്ലോയും അതുപോലെയുള്ള കാർഷിക സർവീസുകളും. അർബൻ ലാൻഡ് റിലേറ്റഡുമായിട്ടുള്ള ആക്ഷനുകൾ, ഗ്രാമീണ മേഖലയിലുള്ള ലാൻഡ് റെക്കോർഡുകൾ, GIS മാപ്പിങ്ങുമായിട്ട് ബന്ധപ്പെടുത്ത് IT ബേസുകൾ അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ടാക്സ് അഡ്മിനിസ്ട്രേഷൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുമായിട്ട് ലിങ്കേജ് ചെയ്തിട്ട് ഇത്
അതുപോലെ അത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക ഉയർച്ചയ്ക്ക് കാരണമാകും. ഈ ഗവൺമെൻറ് ഒരുപാട് മേഖലകളിലേക്കുള്ള സർവീസുകൾക്ക് അവരുടെ സ്കില്ലിങ്ങിന് വേണ്ടിയിട്ടും അവർക്ക് ജോലിക്ക് വേണ്ടിയിട്ടുള്ള ഈ ശ്രം പോർട്ടൽ വഴി സഹായിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ മറ്റ് പോർട്ടലുകളും ഇതിൽ വേണ്ടി ഒരു വൺ സ്റ്റോപ്പ് സൊല്യൂഷന് വേണ്ടിയിട്ടുള്ള പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇവിടുത്തെ ലേബർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ത്വരിതഗതിയിൽ മാറിക്കൊണ്ടിരിക്കുന്ന ലേബർ മാർക്കറ്റ് അവർക്കുള്ള നൈപുണ്യ വികസനത്തിന് വേണ്ടിയിട്ടും അവരുടെ ജോലി ലഭ്യതയ്ക്ക് വേണ്ടിയിട്ടും അവരുടെ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള നൈപുണ്യ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഈ സർവീസുകളിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ശ്രം സുവിധായൻ സമാധാൻ പോർട്ടൽ ഇത് നവീകരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള നിബന്ധനകൾ ലഘൂകരിച്ചുകൊണ്ട് ആ പോർട്ടൽ നവീകരിക്കുന്നതായിരിക്കും. ക്യാപിറ്റലുകളും സംരംഭങ്ങളുമായിട്ടുള്ള ആയിട്ടുള്ള പറയുമ്പോൾ അവരുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ ഗവൺമെൻറ് ഈ ഫൈനാൻഷ്യൽ സെക്ഷൻ സ്ട്രാറ്റജി ഡോക്യുമെൻറ്റും അവരുടെ വലുപ്പവും സ്കില്ലും അവരുടെ ശേഷിയും നിർണ്ണയിച്ചുകൊണ്ട് അവർക്ക് ഈ ഗവൺമെൻറ്റിൻ്റെ റെഗുലേറ്റേഴ്സിൻ്റെയും ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക സ്ഥാപനങ്ങൾ പോലെയും ഇതിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ക്ലൈമാറ്റ് ഫൈനാൻസിന് വേണ്ടി ടാക്സോണമിക്ക് വേണ്ടി ക്ലൈമറ്റ് ഫിനാൻസിന് വേണ്ടി അവർക്ക് വേണ്ടി ലഭ്യത കാലാവസ്ഥയുമായിട്ടുള്ള അഡാപ്റ്റേഷന് വേണ്ടിയിട്ടും അതിൻ്റെ അവൈലബിലിറ്റിക്ക് വേണ്ടിയിട്ടും ഇത് ക്ലൈമറ്റ് കമ്മിറ്റ്മെൻറ്റ് ഹരിത പരിവർത്തനത്തിലേക്ക് വേണ്ടിയുള്ള മാറ്റത്തിന് സഹായിക്കും. നമ്മളുടെ ആവശ്യമായ നിയമ നടപടികളിലേക്ക് ഇതിൽ പോകുന്നു. അപ്രൂവൽ നേടുകയും അതിൽ ലീസ് ചെയ്യുന്ന എയർക്രാഫ്റ്റുകളും ഷിപ്പുകളും ലീസ് ചെയ്യുന്നതുകൊണ്ടും പ്രൈവറ്റ് ഇക്വിറ്റികൾ കൊടുത്ത് ലീസുകൾ കൊടുത്ത് വേരിയസ് കമ്പനി സ്ട്രക്ചറിലേക്ക് കൊടുത്തിട്ടുണ്ട്. FDIയും ഓവർസീസ് ഇൻവെസ്റ്റുകളും അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസുകളും FDകൾ ഓവർസീസ് ഇൻവെസ്റ്റുകളായിട്ട് അത് ലഘൂകരിക്കുന്നതായിരിക്കും. FDIക്ക് വേണ്ടിയിട്ടുള്ള നിയമ നടപടികൾ അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് 2 FDIക്ക് വേണ്ടി അതിനു വേണ്ടിയുള്ള പ്രയോറിറ്റൈസേഷൻ. മൂന്നാമത്തത് അവർക്ക് ഇന്ത്യൻ റുപ്പി ഉപയോഗിക്കുന്നതിന് വേണ്ട കറൻസി ആയിട്ട് ഓവർസീസ് ഉപയോഗിക്കുന്നതിനുള്ള ലഘൂകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ. NPSA വാത്സല്യ അത് രക്ഷിതാക്കളും ഗാർഡിയൻസും വഴിയിൽ അവർക്ക് മൈനറുടെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രൊജക്റ്റ് ആരംഭിക്കും. അവർ പ്രായപൂർത്തിയായതിനു ശേഷം ഈ പ്ലാന് നോർമൽ NPS ആക്കി മാറ്റാൻ പറ്റുന്നതായിരിക്കും. സാങ്കേതിക വിദ്യയുടെ ലഭ്യത സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുകയും നമ്മുടെ സാമ്പത്തിക മേഖല അസമത്വം നിർത്തുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ 10 വർഷമായി നമ്മൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറുകളുടെ നവീകരണം, സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി അവർക്ക് ഇവിടെ ലഭ്യത ഉറപ്പുവരുത്തിക്കൊണ്ട് എല്ലാ സർവ്വ മേഖലകളിലും പ്രത്യേകിച്ച് അടിസ്ഥാനവർഗ മേഖലയിലും അവരുടെ ആരോഗ്യ സർവീസുകൾക്ക് വേണ്ടി നമ്മൾ ഡിജിറ്റലൈസേഷൻ വഴി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വ്യവസായ സൗഹൃദ മേഖലയിലേക്കാണ് നമ്മൾ ആ പാതയിലാണുള്ളത്. 2.0 നമ്മളെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൂടി അതിനുണ്ട് ബിസിനസ് റിഫോമുകളുടെ ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കിക്കൊണ്ടിട്ട് അവിടെ വ്യാവസായിക സൗഹൃദ സംസ്ഥാനങ്ങളാക്കി മാറ്റാൻ അവരെ പ്രോത്സാഹിപ്പിക്കും. ഡാറ്റ ഗവൺമെൻറ് കണക്ഷൻ വഴി പ്രോസസ്സിങ്ങും മാനേജ്മെൻറ്റിലും സ്റ്റാറ്റിസ്റ്റിക്സ് വഴിയും വിവിധ മേഖലകളിലുള്ള ഡാറ്റ സ്ട്രക്ചറുകൾ ഡിജിറ്റൽ മിഷൻ ഈ പ്ലാറ്റ്ഫോമിലൊക്കെ തന്നെ ഈ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി ഉപയോഗിക്കുന്നതായിരിക്കും. പുതിയ പെൻഷൻസ് പദ്ധതി ഒരു കമ്മിറ്റി NPSന് റിവ്യൂ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിരുന്നത്. അതിൻ്റെ പ്രവർത്തനത്തിൽ ഒരു കൺസിഡറബിളായ ഗണ്യമായ പുരോഗതി നമുക്ക് അതിലേക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് സന്തോഷമുണ്ട്. ജോയിൻറ്റ് കൗൺസിൽ സെൻട്രൽ ഗവൺമെൻറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഈ പദ്ധതി ഒരു വളരെ ഗുണപരമായ സമീപനം നേതൃത്വത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. അത് ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ അത് സാമ്പത്തികമായിട്ടുള്ള ഗുണം
പൊതുജനങ്ങൾക്ക് കിട്ടാൻ ബജറ്റ് ശേഷം 24-25 ടോട്ടൽ റെസിപ്റ്റ്, ടോട്ടൽ എക്സ്പെൻഡിച്ചറുകൾ 32.74 crore റുപ്പികളിൽ 48.4 ലക്ഷം. നെറ്റ് ടാക്സ് റെസിപ്റ്റിൽ 25.83 ലക്ഷം കോടി. ഫിസിക്കൽ ഡെഫിസിറ്റ് ധനക്കമ്മി 4.9% GDP-യുടെ ധനക്കമ്മി എന്ന് പറയുന്നത്. 4.9% GDP-യുടെ. നെറ്റ് മാർക്കറ്റ് മോർഗേജ് 24-25 കാലഘട്ടത്തിലെ 11.63 ലക്ഷം കോടി രൂപ. ഇത് 21-24 കാലത്തിലേക്കാണ് കുറച്ച്. ഫിസിക്കൽ കൺസോളിഡേഷൻ പാത്ത് 21-22 കാലത്തിൽ ഒരുപാട് ഗുണങ്ങൾ ചെയ്തു. ഇത് ധനക്കമ്മി 5% കുറവിൽ അടുത്ത വർഷം കുറയുന്നതായിരിക്കും. ഈ ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധമാണ്. 26-27 കാലങ്ങളിൽ നമ്മുടെ ശ്രമം എന്ന് പറയുന്നത് ധനക്കമ്മെന്ന് ഓരോ വർഷവും ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കടമെന്ന് പറയുന്നത് കുറഞ്ഞു വരുന്ന രീതിയിൽ GDP-യുടെ കുറഞ്ഞ കുറഞ്ഞു വരുന്നതായിരിക്കും. ഞാൻ പാർട്ട് ബിയിലേക്ക് കടക്കുകയാണ്. നേരിട്ടുള്ള നികുതി. സാർ, ഞാൻ GST-യിൽ നിന്നാണ് സാർ ഞാൻ തുടങ്ങുന്നത്. ഇത് ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. നികുതി, സാധാരണക്കാരൻ്റെ നികുതി ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ്. അവരുടെ ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നു. അത് ഇപ്പോൾ വ്യവസായത്തിനും മറ്റുമായി ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നു. അവരുടെ ബുദ്ധിമുട്ടുകൾ കുറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കൃത്യമായ നടപടികൾ ഇതിനായി ചെയ്തിരിക്കുന്നു. അത് കൃത്യമായ നടപടികളാണ് അതിനായി എടുത്തിരിക്കുന്നത്. കൂടുതൽ നേട്ടങ്ങൾ GST-യിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. അതിനായി നമ്മൾ അത് കൂടുതൽ എളുപ്പമാക്കുകയും ചെയ്യും. അതിനായി കൃത്യമായ ടാക്സ് സ്ട്രക്ചറുകൾ നമ്മൾ കൊണ്ടുവരിക, അതെല്ലാ മേഖലകളിലും കൊണ്ടുവരികയും ചെയ്യും. എൻ്റെ കസ്റ്റംസ് ഡ്യൂട്ടിയിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന മാറ്റങ്ങൾ, ഞാൻ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന മാറ്റങ്ങൾ എന്നത് അത് ആഭ്യന്തര ഉൽപ്പാദനം കൂടുതൽ സഹായിക്കുക, അതുപോലെ തന്നെ ഗ്രാമീണ മേഖലകളിലെ കൂടുതൽ വസ്തുക്കൾ കൂടുതൽ മുന്നോട്ട് വെക്കുക, അതുപോലെ തന്നെ നികുതി എല്ലായിടത്തും എളുപ്പമാക്കുക. അത് സാധാരണക്കാരന് കൂടി നല്ല രീതിയിലാക്കുന്ന രീതിയിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ബഡ്ജറ്റ് 22-23 കാലഘട്ടത്തിൽ നമ്മൾ കസ്റ്റം തീരുവ കുറയ്ക്കുകയുണ്ടായിരുന്നു. ഞാൻ ഒരു പുതിയ കാര്യം ഇതിൽ കൊണ്ടുവരുന്നു. ഈ അടുത്ത 6 മാസത്തേക്ക് പുതിയ മാറ്റങ്ങൾ എല്ലാം തന്നെ ഇത് കൃത്യമായി നടത്തുന്നു. ഇത് കൂടുതൽ നികുതി കുറയ്ക്കുകയും ഇതിൽ പ്രശ്നങ്ങൾ ഒഴിവാക്കുവാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. നമ്മളിപ്പോൾ ഓരോ മേഖലകളെയും മുൻനിർത്തിയുള്ള കസ്റ്റം ഡ്യൂട്ടികൾ ഞാൻ ഇവിടെ പറയുന്നത്. മരുന്ന്, അതുപോലെ തന്നെ ആരോഗ്യ മേഖല, അവർക്ക് ക്യാൻസർ രോഗികൾക്ക് കൂടുതൽ സഹായം ലഭിക്കുവാനായി ഞാൻ അവരെ 3 കൂടുതൽ മരുന്നുകളെയും കസ്റ്റംസ് തീരുവയിൽ നിന്ന് നമ്മൾ ഒഴിവാക്കിയിരിക്കുകയാണ്. ഞാൻ ഒരു കാര്യം കൂടി മുന്നോട്ട് വെക്കുകയാണ്. PCDയിൽ കുറച്ച്, അതുപോലെ തന്നെ എക്സ്റേ ട്യൂബുകളിലും അതുപോലെ തന്നെ ഫ്ലാറ്റ് പാനൽ ഡിറ്റക്റ്റീവ്, ഇത് എക്സ്റേ മെഷീനുകളിൽ ഉപയോഗിക്കുന്നതാണ്. ഇത് നമ്മൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അത് കൂടുതൽ എളുപ്പമാക്കുവാൻ, അത് നമ്മൾ ഇവിടെ ആഭ്യന്തരമായി കൂടുതൽ ഉൽപ്പാദിപ്പിക്കുവാനായിട്ടുള്ള സഹായങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൊബൈൽ ഫോണും അങ്ങനെയുള്ള അതിൻ്റെ മറ്റ് ഭാഗങ്ങളും 3 ഇരട്ടി വളർച്ചയാണ് നമ്മളിപ്പോൾ ഇന്ത്യയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ കയറ്റുമതിയിലും വളരെയധികം ഉയർന്നിട്ടുണ്ട്. ഈ മൊബൈൽ ഫോണിൻ്റെ നിർമ്മാണത്തിൽ ഇന്ത്യയിലെ മൊബൈൽ മേഖല എന്നത് വളരെയധികം മുന്നോട്ട് പോയിരിക്കുകയാണ്. ഉപഭോക്താവിൻ്റെ താല്പര്യത്തിനനുസരിച്ച് നമ്മൾ PCD ഇപ്പോൾ കുറച്ചിരിക്കുകയാണ്. മൊബൈൽ ഫോണിൻ്റെ PCD കുറച്ചിരിക്കുന്നു. മൊബൈൽ PCBA, അതുപോലെ തന്നെ മൊബൈൽ ചാർജറുകളുടെയും ഇത് 15% കുറച്ചിരിക്കുന്നു. ക്രിട്ടിക്കലായിട്ടുള്ള ധാതുക്കൾ, ലിഥിയം, കോപ്പർ, കൊബാൾട്ട്, അതുപോലെ തന്നെ മറ്റ് പ്രകൃതി വിഭവങ്ങൾ, ന്യൂക്ലിയർ, ആണവോർജ്ജം, അതുപോലെ തന്നെ പുനരുപയോഗിക്കാവുന്ന മേഖല, ഊർജ്ജ മേഖല, ബഹിരാകാശ മേഖല, ടെലികമ്മ്യൂണിക്കേഷൻ മേഖല, മറ്റ് സാങ്കേതിക മേഖലകൾ, ഇവിടെ അവിടെയെല്ലാം തന്നെ 25 ധാതു മേഖലകളെ അതിൽ നിന്ന് കസ്റ്റംസ് തീരുവയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം ഈ ധാതുക്കളുടെ മേഖലകളിൽ കൊണ്ടുവരികയും അത് കൂടുതൽ എല്ലാവർക്കും അത് കൂടുതൽ ലഭ്യമാവുകയും നമുക്ക് ചെയ്യുകയും ചെയ്യും.
സൗരോർജ ഊർജം നമുക്ക് കാലാവസ്ഥാ വ്യതിയാനത്തിന് ഇത് വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ്. ഞാൻ ചില കാര്യങ്ങൾ ഇതിൽ പറയുന്നു. സൗരോർജ പാനലുകൾ നിർമ്മിക്കുന്നതിന് നമ്മുടെ രാജ്യത്ത് നിർമ്മിക്കുന്നതിന് മുന്നോട്ട് കൂടുതൽ ആഭ്യന്തര ഉൽപ്പാദനം കൂട്ടുവാനായി നമ്മൾ സോളാർ ഗ്ലാസ് അതുപോലെ തന്നെ ടിൻഡ് കോപ്പറുകളും കൊണ്ടുവരുന്നു. ഞാൻ ഇത് കസ്റ്റം ഡ്യൂട്ടി അതിൽ മാറ്റമൊന്നും വരുത്തുന്നില്ല. മറൈൻ സമുദ്ര ഉൽപ്പാദനം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ കഴിഞ്ഞ തവണ ഏറ്റവും ഉയർന്നൊരു റെക്കോർഡ് 60,000 കോടി രൂപയുടെ ഒരു റെക്കോർഡ് നമുക്ക് സൃഷ്ടിക്കുവാനായിട്ട് സാധിച്ചു. ശീതീകരിച്ച ചെമ്മീൻ മേഖലയിൽ നമുക്ക് കൂടുതൽ കയറ്റുമതി കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുണ്ടായി. ഞാൻ മുന്നോട്ട് വെക്കുന്നത് അവിടെ PCD ചില കാര്യങ്ങളിൽ കുറയ്ക്കുവാനും ചില ചെമ്മീനുകൾ അതുപോലെ തന്നെ മത്സ്യങ്ങൾക്കുള്ള തീറ്റകളിലും 5% കുറവ് കൊണ്ടുവരുന്നു. ഞാൻ കസ്റ്റംസ് ഡ്യൂട്ടിയിൽ ഇളവ് കൊണ്ടുവരുന്ന ചില നിർമ്മാണ മേഖലകൾ, ഉദാഹരണത്തിന് മത്സ്യത്തീറ്റയും ചെമ്മീൻ തീറ്റകൾക്കും കുറവ് കൊണ്ടുവരുന്നു. തുകൽ അതുപോലെ തന്നെ തുണി വ്യവസായ മേഖല അവിടെയെല്ലാം തന്നെ അവിടെ കയറ്റുമതി എളുപ്പമാക്കുവാനായി ഞാൻ PCD അത് വളരെയധികം ഞാൻ മറ്റൊരു കാര്യങ്ങൾക്ക് കൂടി ഇതിൽ ഇളവ് വരുത്തുകയാണ്. ചില കാര്യങ്ങൾ തുകൽ വ്യവസായത്തിനും തുണി വ്യവസായത്തിനുമായി അതുപോലെ തന്നെ ചെരുപ്പ് നിർമ്മാണം മറ്റ് തുകൽ വ്യവസായങ്ങൾക്കെല്ലാം തന്നെ ഞാൻ കയറ്റുമതിക്കും ചില ഇളവുകൾ കൊണ്ടുവരുന്നു. ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവരുവാനായി ഞാൻ PCD ചില കാര്യങ്ങൾ മെത്തലിൻ ഡൈഫിനൈൽ ഡൈഐസോസൈനൈഡ് MBI ഇത്തരം സ്പാൻഡെക്സ് യാൻ എന്നിവ കൊണ്ടുവരുന്നത് 7.5% നിന്ന് 5% കുറച്ചിരിക്കുന്നു. അതുപോലെ തന്നെ കയറ്റുമതി തീരുവ ചില കാര്യങ്ങൾക്കുള്ളത് അതുപോലെ തന്നെ തുകൽ ഇവയ്ക്കുള്ളതെല്ലാം തന്നെ എളുപ്പമാക്കുവാനായി അതെല്ലാം തന്നെ തുല്യമാക്കുവാനായിട്ടുള്ള പദ്ധതികൾ കൊണ്ടുവരുന്നു. വാല്യൂ അഡീഷൻ ജ്വല്ലറികൾക്ക് പ്രത്യേകിച്ച് സ്വർണത്തിന് അതിനുവേണ്ടി കസ്റ്റംസ് ഡ്യൂട്ടി കുറയ്ക്കുവാൻ ഗോൾഡിലും സിൽവറിലും ഉള്ള കസ്റ്റം ഡ്യൂട്ടി 6% കുറയ്ക്കുക, പ്ലാറ്റിനം 6.4 ആയിട്ട് കുറയ്ക്കുവാനും ഇതുവഴി നിർദ്ദേശിക്കുന്നു. സ്റ്റീൽ ആൻഡ് കോപ്പർ റോ മെറ്റീരിയലുകളാണ്. അതിൻ്റെ BCD ഫെറോ നിക്കൽ ബ്ലിസ്റ്റർ കോപ്പറിൻ്റേത് കുറയ്ക്കുവാൻ വേണ്ടി നിർദ്ദേശിക്കുന്നു. നിൽ BCD ഫെറസ് കാപ്പിൽ നിക്കൽ കാത്തോഡ് കൺസെഷണൽ BCD 2.25 കോപ്പർ സ്ക്രാപ്പുകൾ വേസ്റ്റുകളിൽ നിർദ്ദേശിക്കുന്നു. ഇലക്ട്രോണിക് ഇൻഡസ്ട്രികളിൽ ഞാൻ പ്രപ്പോസ് ചെയ്യുകയാണ് BCD മാറ്റുവാനും കണ്ടീഷൻ അനുസരിച്ച് ഓക്സിജൻ ഫ്രീ കോപ്പറിൻ്റെ കാര്യത്തിൽ, റെസിസ്റ്റൻസിൻ്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ കണക്റ്റേഴ്സിൻ്റെ മാനുഫാക്ചറിലുള്ളതിൻ്റെയും കുറച്ച് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പ്രപ്പോസ് ചെയ്യുകയാണ് BCD അമോണിയം നൈട്രേറ്റിൻ്റെ കാര്യത്തിൽ 7.5% നിന്ന് 10% ഉയർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. PVC പ്ലസ് ബാനേഴ്സ് നോൺ ബയോഡിഗ്രേഡബിൾ ആണ്, അത് പ്രകൃതി വിരുദ്ധമാണ്. അതിൻ്റെ ഇമ്പോർട്ട് കുറയ്ക്കുവാൻ വേണ്ടി BCD 10 നിന്ന് 25 വർദ്ധിപ്പിക്കുവാൻ നിർദ്ദേശിക്കുന്നു. ടെലികമ്മ്യൂണിക്കേഷൻ എക്യുപ്മെൻറ്റ് അതിൻ്റെ ഡൊമസ്റ്റിക് മാനുഫാക്ചർ പ്രോത്സാഹിപ്പിക്കുവാൻ BCD 10 നിന്ന് 25 കൂട്ടുവാൻ ആഗ്രഹിക്കുന്നു. ടെലികോം എക്യുപ്മെൻ്റ് കാര്യത്തിലും ഇത് തന്നെയാണ്. ട്രേഡ് ഫെസിലിറ്റേഷൻ, ഡൊമസ്റ്റിക് ഏവിയേഷൻ, ബോട്ട് ഷിപ്പ് MROയ്ക്ക് വേണ്ടി അതിൻ്റെ എക്സ്പോർട്സ് 6 മാസത്തേക്ക്. ഇത് ഞാൻ ഒന്നുകൂടെ പറയാം. ഡൊമസ്റ്റിക് ഏവിയേഷൻ, ബോട്ട് ആൻഡ് ഷിപ്പ് മെയിൻ്റനൻസ് രംഗത്തിലെ റിപ്പയറിനെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി ഞാൻ പ്രപ്പോസ് ചെയ്യുന്നത് പീരീഡ്, എക്സ്പോർട്ടിൻ്റെ പീരീഡ്, അതുപോലെ ഇമ്പോർട്ട് ചെയ്യുന്നത് 6 മാസത്തിൽ നിന്ന് 1 കൊല്ലത്തേക്കായിട്ട് കൂട്ടുന്നു. അതുപോലെ ടൈം ലിമിറ്റ് റീഇമ്പോർട്ട് ചെയ്യുവാനുള്ള റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി 2 നിന്ന് 5 കൊല്ലത്തേക്കായിട്ട്
കൂട്ടുകയാണ്. ഡയറക്റ്റ് ടാക്സിൻ്റെ കാര്യത്തിൽ ടാക്സേഷൻ കൂടുതൽ ലഘൂകരിക്കാൻ പോവുകയാണ്. ടാക്സ് സർട്ടനിറ്റി, ലിറ്റിഗേഷൻ, നിയമ കോംപ്ലിക്കേഷനുകൾ ഒഴിവാക്കുവാണ്. വെൽഫെയർ സ്കീമുകൾ ഫണ്ട് ചെയ്യാനും വേണ്ടി ചില മാറ്റങ്ങൾ വരുത്തുകയാണ്. ഞങ്ങളുടെ ശ്രമം ടാക്സേഷൻ സിംപ്ലിഫൈ ചെയ്യുകയാണ്. അതിനായി ഒരുപാട് നടപടിക്രമങ്ങൾ ഞങ്ങൾ കൈകൊണ്ട് കഴിഞ്ഞു. സിംപ്ലിഫൈഡ് ടാക്സ് റെജീമുകൾ കോർപ്പറേറ്റ് ടാക്സിൻ്റെ കാര്യത്തിൽ, പേഴ്സണൽ ഇൻകം ടാക്സിൻ്റെ കാര്യത്തിലും ഇത് ഉണ്ടായിട്ടുണ്ട്. ഇത് ടാക്സ് പേയേഴ്സിന് ഉപയോഗമായിട്ടുണ്ട്. കോർപ്പറേറ്റ് ടാക്സ് 55% സിംപ്ലിഫൈഡ് ടാക്സ് റെജീമിൻ്റെ ഭാഗമായിട്ടാണ് 23-24 ഉണ്ടായിട്ടുള്ളത്. ഇതുവരെ കഴിഞ്ഞ ഫിസ്ക്കൽ ഇയറിൽ 2-3 പേര് പുതിയ ഇൻകം ടാക്സ് റെജീമാണ് ഉപയോഗിച്ചത്. കോംപ്രിഹെൻസീവ് റിവ്യൂ ഓഫ് ദി ഇൻകം ടാക്സ് ആക്ട്, അതിനെക്കുറിച്ച് ഇൻകം ടാക്സ് ആക്ട് 1961 കോംപ്രിഹെൻസീവ് റിവ്യൂ ചെയ്യാൻ പോവുകയാണ്. കൂടുതൽ ലഘൂകരിക്കുക, എളുപ്പമാക്കുക. ഇത് കാരണം നിയമപരമായിട്ടുള്ള നൂലാമാലകൾ ഒഴിവാക്കാം. ടാക്സബിലിറ്റി ടാക്സ് പേയേഴ്സിന് എളുപ്പമായിരിക്കും. ലിറ്റിഗേഷൻ കുറച്ചു കൊണ്ടുവരാം. അത് 6 മാസത്തിനകം തീർക്കുവാനുള്ള രീതിയിലായിരിക്കും. ഇനി ഫൈനാൻസ് ബില്ലിൽ തന്നെ ചാരിറ്റി TDSയിൽ നിന്ന് റീഅസസ്മെൻറ്റ്, ക്യാപിറ്റൽ ഗെയിൻ ടാക്സേഷൻ ഈ കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. സിംപ്ലിഫിക്കേഷൻ, ചാരിറ്റീസിൻ്റെ TDSൻ്റെയും കാര്യത്തിൽ സിംപ്ലിഫിക്കേഷൻ. പുതിയ 2 ടാക്സ് എക്സംഷൻ ഉണ്ടായിട്ടുണ്ട്. ആ 2 എക്സംഷൻ രീതികളും ഒന്നാക്കി മാറ്റുകയാണ്. TDS റേറ്റ്മെൻറ്റ് 5%, 2% TDS റേറ്റ്, 20% ഓഫ് TDS റേറ്റ്. മ്യൂച്വൽ ഫണ്ട്, UTI അതിലുള്ളത് ഞങ്ങൾ വിഡ്രോ ചെയ്യുകയാണ്. TDS റേറ്റ് കോമേഴ്സിൻ്റെ കാര്യത്തിൽ കുറച്ച് കൊണ്ടുവരികയാണ്. 1 നിന്ന് 0.1% കുറയ്ക്കുകയാണ്. കൂടാതെ തന്നെ ക്രെഡിറ്റ് TDS ഡിഡക്റ്റ് ചെയ്യാൻ പോകുന്നത് സാലറിയിൽ നിന്നുള്ളതിൽ കാര്യത്തിൽ, അതുപോലെ തന്നെ ഡിലേയുടെ കാര്യത്തിൽ TDSൽ ഉള്ള കുറ്റം ക്രിമിനൽ ആക്ട് ആകാതിരിക്കാൻ മാറ്റുകയാണ്. അതുപോലെ സ്റ്റാൻഡേർഡ് പ്രൊസീഡിയർ ആക്ട് കൊണ്ടുവരികയാണ്. അതുപോലെ യുക്തിഭദ്രമായിട്ടുള്ള കോമ്പൗണ്ടിങ് ഗൈഡ് ലൈൻസ് കൊണ്ടുവരാൻ പോവുകയാണ്. റീഅസസ്മെൻറ്റ് സിംപ്ലിഫൈ ചെയ്യാൻ പോവുകയാണ്. ഞാൻ പ്രപ്പോസ് ചെയ്യാൻ പോവുകയാണ്. റീഅസസിങ് അതിന് സാധ്യതകൾ വർദ്ധിക്കാൻ പോവുകയാണ്. അത് റീഓപ്പൺ ചെയ്യാൻ പറ്റും. ഒരു 3 കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാൽ പോലും എസ്കേപ്ഡ് 50 ലക്ഷത്തിലോ കൂടുതൽ ആണെങ്കിൽ 5 കൊല്ലം വരെ, ഈ അസസ്മെൻ്റ് ഇയറിന് ശേഷം 5 കൊല്ലം വരെ ആണെങ്കിൽ പോലും ഒരു 6 വർഷം മുമ്പ് വരെ റീഓപ്പൺ ചെയ്യാനുള്ള ഒരു മാറ്റം ഞാൻ പ്രപ്പോസ് ചെയ്യുകയാണ്. ഇത് അൺസർട്ടനിറ്റീസ്, ഇതിൻ്റെ രീതിയിലുള്ള സംശയങ്ങൾ ഒഴിവാക്കാൻ കഴിയും. സിംപ്ലിഫിക്കേഷൻ യുക്തിഭദ്രമായ രീതിയിൽ ക്യാപിറ്റൽ ഗെയിൻസിനെ കൈകാര്യം ചെയ്യാൻ പോവുകയാണ്. ക്യാപിറ്റൽ ഗെയിൻ ടാക്സേഷൻ ഒരുപാട് ലഘൂകരിക്കാൻ പോവുകയാണ്. ഷോർട്ട് ടൈം ഗെയിൻസ് ചില ഫൈനാൻഷ്യൽ അസറ്റ്സിൻ്റെ കാര്യത്തിൽ ഇനി ഒരു 20% ടാക്സ് റേറ്റ് ഉണ്ടാവും. എന്നാൽ മറ്റ് ഫൈനാൻഷ്യൽ അസറ്റ്സ്, നോൺ ഫൈനാൻഷ്യൽ അസറ്റ്സിൻ്റെ തുടരെയും ആപ്ലിക്കബിൾ ടാക്സ് റേറ്റ് തന്നെയായിരിക്കും. ലോങ് ടേം ഗെയിൻസ്, നോൺ ഫൈനാൻഷ്യൽ അസറ്റ്സിൻ്റെ കാര്യത്തിൽ ഒരു ടാക്സ് റേറ്റ് 12.5% മാത്രമായിരിക്കും. ഇത് ലോവർ ആൻഡ് മിഡിൽ ഇൻകം ടാക്സ് ഗ്രൂപ്പുകൾക്ക് വേണ്ടി ലാഭകരമായിരിക്കും. ലിമിറ്റ് ഓഫ് എക്സംഷൻ ക്യാപിറ്റൽ ഗെയിൻസ് 1.25 lakh ആയിരിക്കും, പെർ ഇയർ ആയിരിക്കും. ലിസ്റ്റഡ് ഫൈനാൻഷ്യൽ ഇയർ അസറ്റ്സ്
ഒരു കൊല്ലത്തിൽ കൂടുതൽ കയ്യിൽ വെക്കും, കയ്യിലിരിക്കുകയാണെങ്കിൽ ലോങ് ടേം ആയി കരുതപ്പെടും. നോൺ ഫൈനാൻഷ്യൽ അസറ്റ്സ് ഒരു 2 കൊല്ലമെങ്കിലും കയ്യിലിരുന്നാലേ ലോങ് ടേം ആയിട്ട് കരുതുന്നുള്ളൂ. അൺലിസ്റ്റഡ് ബോണ്ട്സ് ആൻഡ് ഡിബഞ്ചേഴ്സ്, മാർക്കറ്റ് ലിങ്ക് ഡിബഞ്ചേഴ്സ്, ഇത് ഹോൾഡിംഗ് പീരീഡ് അല്ലാതെ തന്നെ ക്യാപിറ്റൽ ഗെയിൻസിൻ്റെ ടാക്സ് ബാധകമായിരിക്കും. ടാക്സ് പേയേഴ്സ് സർവീസസ്, എല്ലാ മേജർ ടാക്സ് പെയർ സർവീസസ്, GST, കസ്റ്റംസ് ആൻഡ് ഇൻകം ടാക്സ് ഇവയെല്ലാം ഡിജിറ്റലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബാക്കിയുള്ള സർവീസ്, കസ്റ്റംസ്, ഇൻകം ടാക്സ്, റെക്ടിഫിക്കേഷൻ, ഓർഡർ ഗിവിങ്ങിൻ്റെ കാര്യത്തിൽ, അപ്പീലേറ്റ് അതോറിറ്റീസിൻ്റെ കാര്യത്തിൽ എല്ലാ പ്രക്രിയയും പേപ്പർലെസ് ആയിരിക്കും. ലിറ്റിഗേഷൻ്റെ കാര്യത്തിൽ നമ്മുടെ കാര്യത്ത് ഒരു പെൻഡൻസി കുറയ്ക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ്. ഇത് നല്ല റിസൾട്ട് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഈ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോവുകയാണ്. ബാക്ക്ലോഗുകൾ കുറച്ചു കൊണ്ടുവരാൻ പോവുകയാണ്. കൂടുതൽ ഓഫീസേഴ്സിനെ ഇതിലേക്ക് കേൾക്കാൻ വേണ്ടി, കംപ്ലയിൻറ്റ് കേൾക്കാൻ വേണ്ടി ലാർജ് ടാക്സ് ഡെഫിസിറ്റിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഉപയോഗിക്കാൻ പോവുകയാണ്. പെൻഡിങ് അപ്പീൽ നോക്കുന്നതായിരിക്കും. വിശ്വാസ് കി ഓർ സ്കീമിലേക്ക് 2024 കൊണ്ടുവരികയാണ്. അതിലേക്കായി മോണിറ്ററി ലിമിറ്റ്സ് കൂട്ടുവാൻ പോവുകയാണ്. ഡയറക്റ്റ് ടാക്സിൻ്റെ കാര്യത്തിൽ, എക്സൈസിൻ്റെ കാര്യത്തിൽ, സർവീസ് ടാക്സിലെല്ലാം ടാക്സ് ട്രൈബ്യൂണൽ, ഹൈക്കോർട്ട്, സുപ്രീം കോർട്ടിലൊക്കെ 60 lakh, 2 crore, 5 crore ഈ എമൗണ്ടിലായിരിക്കും. ഇൻ്റർനാഷണൽ ടാക്സേഷനിൽ കൂടുതൽ വ്യക്തത കൊണ്ടുവരാൻ പോവുകയാണ്. അവയെല്ലാം കൂടുതൽ For pricing. ട്രാൻസ്ഫർ പ്രൈസിംഗ്, തൊഴിലും നിക്ഷേപവും. സർ, എനിക്ക് നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ചില പദ്ധതികളുണ്ട്. തൊഴിൽ കൂട്ടുന്നതിനുമായിട്ടുള്ളതാണ്. ആദ്യമായി ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം, അതുപോലെ സ്വയം സംരംഭകത്വത്തിൻ്റെ ഒരു സ്പിരിറ്റ് കൊണ്ടുവരുന്നതിനും അത് നൂതനത്വം പിന്തുണക്കുന്നതിനും വേണ്ടി ഞാൻ ഒരു കാര്യം നിർദ്ദേശിക്കുന്നത്, ഏഞ്ചൽ ടാക്സ്, ഞാൻ എല്ലാ നിക്ഷേപകർക്കുമുള്ള ഏഞ്ചൽ ടാക്സ് ഞാൻ എടുത്തു കളയുകയാണ്. രണ്ടാമത്തെ കാര്യം, Second, ക്രൂസ് ടൂറിസത്തിന് വളരെയധികം സാധ്യതകളാണ് ഇന്ത്യയിലുള്ളത്. ഈ മേഖലയ്ക്കുള്ള ഒരു ഊന്നൽ നൽകുന്നതിനും തൊഴിൽ നിക്ഷേപം കൊണ്ടുവരുന്നതിനും വേണ്ടി ഞാനൊരു ലളിതമായ ഒരു ടാക്സ് റെജീം കൊണ്ടുവരികയാണ്. അത് ഡൊമസ്റ്റിക് ടൂറിസം മേഖലയിലേക്ക് നൽകുന്നതായിരിക്കും. ഇന്ത്യ ഒരു ഡയമണ്ട് കട്ടിങ്ങിലും പോളിഷിംഗ് ഇൻഡസ്ട്രിയിലും ഇന്ത്യ ലോക ലീഡറാണ്. അത് ഒട്ടേറെ നൈപുണ്യമുള്ള തൊഴിലാളികളെ ഈ മേഖലയിലുണ്ട്. ഈ മേഖലയുടെ വികസനത്തിനു വേണ്ടി അവർക്ക് ഒരു സേഫ് ഹാർബർ റേറ്റ് കൊണ്ടുവരുന്നതായിരിക്കും. അത് വിദേശ കമ്പനികൾക്ക് ഇന്ത്യയിൽ റോഡ് മൈനിങ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ വികസനത്തിൻ്റെ സാധ്യതകൾ കണക്കിലെടുത്തുകൊണ്ട് കോർപ്പറേറ്റ് ടാക്സ് വിദേശ കമ്പനികളുടെ ഈ കോർപ്പറേറ്റ് ടാക്സ് 40 നിന്ന് 35% കുറക്കും. ഈ ടാക്സ് ബേസ് കൂടുതൽ കൊണ്ടുവരുന്നതിന് വേണ്ടി, ടാക്സ് ബേസ് കൂടുതലായി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ്, ഫ്യൂച്ചേഴ്സും അതുപോലെ ഓപ്ഷൻസിനും വേണ്ടിയിട്ടുള്ള സെക്യൂരിറ്റികൾക്കും വേണ്ടി ഉള്ളത് അത് 0.02% നിന്ന് 0.12% മാറ്റുന്നതായിരിക്കും. ഇക്വിറ്റിയുടെ ഓഹരിക്ക് വേണ്ടിയിട്ടുള്ള ബൈബാക്ക് ഓഫ് ഷെയർസ്, അത് വാങ്ങുന്നവരുടെ മറ്റ് നിർദ്ദേശങ്ങൾ, സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റിന് വേണ്ടി ഡിഡക്ഷൻ എക്സ്പെൻഡിച്ചർ കുറയ്ക്കുന്നതിന്, NPS-ലുള്ള നിക്ഷേപത്തുമായി ബന്ധപ്പെട്ടത് കുറയ്ക്കുന്നതിന് വേണ്ടി അത് 10 income of പ്രൈവറ്റ് സെക്ടറിലുള്ള തൊഴിലാളികളുടെ പുതിയ നികുതി വ്യവസ്ഥയിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികൾക്ക് പ്രൊഫഷണൽസ്, മൾട്ടിനാഷണൽ കമ്പനികൾ വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസുകൾക്ക് അവർക്ക് സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിൽ
കൊടുക്കും. വിദേശത്തിലുള്ള മൂവബിൾ അസറ്റുകൾ സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗുണങ്ങൾ ചെയ്യും. 20 ലക്ഷം രൂപയുടെ പോലും ഡീപീനലൈസ് ചെയ്യുന്നതായിരിക്കും. വിഡ്രോവൽ ഓഫ് ഇക്വലേഷൻ ലെവി, ഫണ്ടുകൾക്കും IFSCകളിലുള്ള എൻറ്റിറ്റികൾക്കും വേണ്ടിയുള്ള ടാക്സ് റിലാക്സേഷനുള്ള അവർക്ക് പെനാൽറ്റികളും പ്രോസിക്യൂഷനുകളും നിർത്തലാക്കിക്കൊണ്ടുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള ശരിയായ ഡിസ്ക്ലോഷർ നടക്കുന്നതിന് വേണ്ടി ബിനാമി ട്രാൻസാക്ഷനുള്ള പ്രൊഹിബിഷൻ ആക്ട് 1978, പേഴ്സണൽ ഇൻകം ടാക്സ്, വ്യക്തിഗത ആദായ നികുതി 2 പ്രഖ്യാപനങ്ങളുണ്ട്. പുതിയ ആദായ നികുതി വ്യവസ്ഥ സഹകരിക്കുന്ന ഒന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ സാലറിയുടെ എംപ്ലോയീസിന് 50,000 മുതൽ 75,000 രൂപയാക്കി ഉയർത്തിയിരിക്കുന്നു. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ വ്യക്തിഗത ആദായ നികുതിയിൽ സാലറി എംപ്ലോയീസിന് 50,000 നിന്ന് 75,000 രൂപയായി ഉയർത്തിയിരിക്കുന്നു. ഫാമിലി പെൻഷനിലുള്ള റിഡക്ഷൻ പെൻഷനേഴ്സിന് വേണ്ടി ഉയർത്തുന്നത് 15,000 നിന്ന് 25,000 രൂപയായിട്ട് ഉയർത്തിയിരിക്കുന്നു. പെൻഷനേഴ്സിനുള്ള ഫാമിലി പെൻഷൻ്റെ ഡിഡക്ഷൻ 15,000 നിന്ന് 25,000 രൂപയായി ഉയർത്തിയിരിക്കുന്നു. 4 കോടി സാലറീഡ് എംപ്ലോയീസിനും അതുപോലെ തന്നെ പെൻഷനേഴ്സിനും ഇതിൻ്റെ ഗുണങ്ങൾ ലഭിക്കുന്നതായിരിക്കും. പുതിയ നികുതി വ്യവസ്ഥയിൽ ടാക്സിൻ്റെ അത് നവീകരിക്കുന്നതായിരിക്കും. അത് 0 മുതൽ 0 3 മുതൽ 7 മുതൽ 5%, 7 മുതൽ 10%, 10%, 10 മുതൽ 12 ലക്ഷം വരെ 15%, 12 മുതൽ 15% 15 ലക്ഷത്തിന് മുകളിൽ 30% പുതിയ നികുതി പ്രകാരം 17,500 രൂപയുടെ സേവിങ്സ് നൽകാൻ ഇതുവഴി നമുക്ക് ലഭിക്കുന്നതായിരിക്കും പുതിയ നികുതി വ്യവസ്ഥ പ്രകാരം. മറ്റ് അനക്ഷറിൽ പറഞ്ഞിരിക്കുന്നവരെല്ലാം മറ്റ് മാറ്റങ്ങൾ വരുന്നുണ്ട്. 37,000 കോടി രൂപയുടെ റവന്യൂ ഡയറക്റ്റ് ടാക്സിൽ 29,000 കോടി രൂപയുടെയും ഇൻഡയറക്റ്റ് ടാക്സിൽ 8,000 കോടി രൂപയുടെയും ഇത് 30,000 കോടി രൂപയുടെ അഡീഷണൽ ആയിട്ടുള്ള മൊബിലൈസ് ചെയ്യാൻ നമുക്ക് കഴിയും. ടോട്ടൽ റവന്യൂ 7,000 കോടി രൂപയുടെ വാർഷികമായിട്ടുള്ള മൊബിലൈസേഷൻ ഉണ്ടാകും. ഞാൻ ഇതോടുകൂടി ഈ മഹത്തായ സഭയിൽ ഞാൻ ഈ ബജറ്റ് ഇവിടെ സമർപ്പിക്കുകയാണ്. ജയ് ഹിന്ദ്. ഐറ്റം നമ്പർ 2. ഐറ്റം നമ്പർ 2. സാർ, അങ്ങയുടെ അനുമതിയോടുകൂടി ഞാനിവിടെ ഈ മേശപ്പുറത്ത് ചില കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിക്കുകയാണ്. സെക്ഷൻ 3 ഈ ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റിയുടെയും ബഡ്ജറ്റ് മാനേജ്മെൻറ്റിൻ്റെയും FRBM ആക്ട് പ്രകാരം 2003 തീരുമാനം പ്രകാരം ഈ സ്റ്റേറ്റ്മെൻറ്റ് നമ്മളിവിടെ അവതരിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ചെറുകിട സ്റ്റേറ്റ്മെൻറ്റും ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. ഐറ്റം നമ്പർ 3. സാർ, അങ്ങയുടെ അനുമതിയോടുകൂടി ഞാൻ ഇവിടെ ഫൈനാൻസ് ധനകാര്യ ബില്ല് 2024 ഇവിടെ അവതരിപ്പിക്കുന്നു, മേശപ്പുറത്ത് വെക്കുന്നു. ഈ ബില്ല് ഇവിടെ ഇതിനെ അനുകൂലിക്കുന്നവർ ഐസ് പറയുക, ഇതിനെ എതിർക്കുന്നവർ നോസ് പറയുക. ഞാൻ ഐസ് ആയിരുന്നു കൂടുതലെന്ന്, അതുകൊണ്ട് ഐസ് ആയിരുന്നു കൂടുതൽ. ഇത് ഇവിടെ അനുവദിച്ചിരിക്കുന്നു. മന്ത്രിക്ക് ഈ ബില്ല് ഇവിടെ അവതരിപ്പിക്കുക. ഞാൻ ഈ ബില്ല് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു സാർ. ഐറ്റം നമ്പർ 4. ജമ്മു ആൻഡ് കാശ്മീർ കേന്ദ്ര ഭരണ പ്രദേശത്തിൻ്റെ ബഡ്ജറ്റ്. ഇവിടെ ഹിന്ദിയിലെയും ഇംഗ്ലീഷിലെയും കാര്യങ്ങൾ ഇവിടെ പറയുന്നു. ഇവിടുത്തെ കൃത്യമായ കണക്കുകൾ, ചിലവുകളും ജമ്മു ആൻഡ് കാശ്മീരിലെ 2023, 24, 25 കാലഘട്ടത്തിൽ ഇവിടെ അവതരിപ്പിക്കുന്നു. സഭ